السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ അല്പം മനസ്സിലാക്കാനും ചർച്ച ചെയ്യാനുമാണ് നാം കൂടിയിരിക്കുന്നത്. അല്ലാഹു തആല ഈ ഒരു ഇരുത്തം അവന്റെ തൃപ്തിയുള്ള നാളെ നമുക്ക് പരലോകത്ത് ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ളതാക്കി തീർക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കാനും മരണം വരെ ദീനിലായി തുടരാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സംഭവിച്ചു പോകുന്ന ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു തആല വിട്ടുപുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. പെട്ടെന്ന് നമ്മളിങ്ങനെ തീരുമാനിച്ച ഒരു ഇരുത്തം സഹോദരങ്ങളെ, ഏതാനും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം കുറഞ്ഞ സമയത്ത് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. സലഫിയത്ത് മനസ്സിലാക്കിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിൽ അടിയുറച്ചു നിൽക്കാൻ, സിറാത്തുൽ മുസ്തഖീമിൽ അടിയുറച്ചു നിൽക്കാൻ അതിലേറ്റവും അവന് ഉപകരിക്കുന്ന കാര്യം അള്ളാഹുവിന്റെ ദീൻ നന്നായി പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. സിറാത്തുൽ മുസ്തഖീം ദിനേന നമ്മൾ ആവർത്തിച്ച് അല്ലാഹു തആലയോട് ചോദിക്കുന്ന ഒരു ദുആയാണ്. 5 നേരത്തെ നിർബന്ധ നിസ്കാരങ്ങളിൽ മാത്രം 17 പ്രാവശ്യം നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്നാണ്. അല്ലാഹുവേ, സിറാത്തുൽ മുസ്തഖീമിലേക്ക് നീ ഞങ്ങളെ വഴി നടത്തേണമേ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. നമുക്കറിയാം, ഏതൊരു ദുആയും അത് സ്വീകരിക്കപ്പെടണമെങ്കിൽ നാം ചെയ്യുന്ന ആ ദുആക്ക് അനിവാര്യമായിട്ടുള്ള കാരണങ്ങൾ കൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇത് ശറഅ് കൊണ്ടും അഖ്ല് കൊണ്ടും ബുദ്ധി കൊണ്ടും അറിയപ്പെട്ടിട്ടുള്ള കാര്യമാണ്. സന്താനത്തെ ചോദിക്കുന്ന ഒരുവൻ വിവാഹം കഴിക്കൽ അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതേപോലെ സിറാത്തുൽ മുസ്തഖീമിനെ കുറിച്ച് ദുആ ചെയ്യുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ആ വഴിയെക്കുറിച്ച് അന്വേഷിക്കുകയും പഠിക്കുകയും ആ വഴിയിൽ അടിയുറച്ചു നിൽക്കാനുള്ള മാർഗങ്ങൾ തേടുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. അതിൽ നിന്നെല്ലാം വിട്ടുനിന്നുകൊണ്ട് അതിനെക്കുറിച്ചുള്ള പഠനത്തിലോ അതിൽ അടിയുറച്ചു നിൽക്കാനുള്ള മാർഗങ്ങളോ അന്വേഷിക്കാതെ നമ്മൾ നമ്മുടേതായ വഴിയിലേക്ക് സഞ്ചരിക്കുകയും കേവലം നിസ്കാരത്തിൽ യാന്ത്രികമായി ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുകയും ചെയ്യുന്നതിൽ നമുക്ക് വലിയൊരു നേട്ടമുണ്ടായിക്കൊള്ളണമെന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ ഫദ്ല് കാരണത്താൽ അവൻ നമ്മളെ ഹിദായത്തിൽ വഴി നടത്തിയിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ, നമുക്ക് ഇത്തരം കേവല യാന്ത്രികമായ തേട്ടങ്ങൾ കൊണ്ട് യാതൊരു കാര്യവും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇൽമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ്. പിന്നീട് യുവാക്കൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില നസീഹത്തുകൾ, നമ്മുടെ മുൻഗാമികൾ നൽകിയിട്ടുള്ള ചില നസീഹത്തുകൾ. സഹോദരങ്ങളെ, ഇൽമെന്ന് പറയുന്നത് അത് ലഭിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഹിദായത്ത് ലഭിക്കുന്നത് എന്നുള്ളത് നമുക്കറിയുന്ന കാര്യമാണ്. നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് ആളുകൾ ഈ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് യഥാവിധി മനസ്സിലാക്കാത്ത ആളുകളാണ്. പ്രധാനപ്പെട്ട കാരണം എന്താണ് യഥാർത്ഥത്തിലുള്ള ദീൻ എന്നുള്ള ദീനിന്റെ അറിവ് അവർക്ക് മനസ്സിലായിട്ടില്ല. ഓതുന്ന സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം പോലും അവർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് ആവർത്തിച്ച് അള്ളാഹുവിനോട് കരാർ പറയുന്ന ആളുകൾ അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുകയും സഹായം തേടുകയും അവരിൽ പ്രതീക്ഷ അർപ്പിക്കുകയും അവരെ കൊണ്ട് പേടിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥ അറിവ് ലഭിക്കുമ്പോഴാണ് നമ്മളിൽ പലർക്കും തൗഹീദ് ഇല്ലാത്ത ആളുകൾക്ക് തൗഹീദ് മനസ്സിലായത്. ഇനി തൗഹീദിൽ കേവലം പ്രവേശിച്ചുകൊണ്ടെന്നാൽ സുന്നത്തിന്റെ മാർഗത്തിൽ ഒന്നും തന്നെ യാതൊരു രീതിയിലുള്ള ഒരു മുന്നേറ്റവും നടത്താതെ, അതല്ലെങ്കിൽ തോന്നിയതുപോലെ ഗഫ്ലത്തിന്റെ മാർഗത്തിൽ നടന്നിരുന്ന ആളുകൾക്കൊക്കെ
യഥാർത്ഥ മാർഗം മനസ്സിലാക്കാൻ സാധിച്ചത് വല്ലതും കേട്ടപ്പോഴാണ്. ഏതോ ഒരു ക്ലാസ്സിൽ എന്തോ കേട്ടപ്പോൾ, അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ ഒരു കാര്യങ്ങൾ വായിച്ചപ്പോൾ. ഇൽമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം സഹോദരങ്ങളെ ഹിദായത്ത് അത് ലഭിക്കുക എന്നുള്ളതാണ്. അല്ലാഹു തആല പറഞ്ഞത് ഫമനിത്തബഅ ഹുദായ ഫലാ യദില്ലു വലാ യശ്ഖാ. ആരെന്റെ സന്മാർഗം പിൻപറ്റുന്നുവോ അവൻ ദുനിയാവിൽ വഴിപിഴച്ചു പോവുകയില്ല, നാളെ പരലോകത്ത് അവൻ ഷഖാവത്ത് അനുഭവിക്കേണ്ട ദൗർഭാഗ്യ ജീവിതം അനുഭവിക്കേണ്ടി വരികയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പൊ സിറാത്തുൽ മുസ്തഖീം മനസ്സിലാക്കാൻ നമ്മൾ എന്നും പഠിച്ചുകൊണ്ടേയിരിക്കണം. സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത് ഒരൊറ്റ ദിവസം കൊണ്ട് പൂർണ്ണമായി അതിലേക്ക് പ്രവേശിക്കാവുന്ന ഒരു കാര്യമല്ല. അതിന്റെ അടിസ്ഥാനങ്ങളുണ്ട്. തൗഹീദാണ് അതിന്റെ അടിസ്ഥാനം. പിന്നീട് സഹോദരങ്ങൾ, അതിന്റെ യഥാർത്ഥ വഴിയിലേക്ക് നമ്മൾ എപ്പോഴും ആവശ്യക്കാരാണ്. ഹിദായത്തിന് എല്ലാ നേരവും ആവശ്യക്കാരാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സമയത്തും നമ്മളോട് ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് ദുആ ചെയ്യിക്കുന്നത്. കാരണം നമ്മൾ അത്രയും ആവശ്യക്കാരാണ്. അതല്ലാതെ വെറുതെ ചെയ്യാൻ പറഞ്ഞൊരു കാര്യമല്ല. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കേണ്ടതുണ്ട്. എപ്പോഴാണ് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് സംസാരിക്കുന്നതും അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതും പഠിക്കുന്നതും നമ്മൾ അവസാനിപ്പിക്കുന്നത്, അത് ഹിദായത്തിൽ നിന്നും തെറ്റിപ്പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് ചുറ്റും അങ്ങനെ സംഭവിച്ചിട്ടുള്ള ആളുകളിലേക്ക് നിങ്ങൾ നോക്കിയാൽ അവരൊറ്റയടിക്ക് അവരുടെ ഹിദായത്ത് തെറ്റിപ്പോയിട്ടുള്ള ആളുകളല്ല. ഇപ്പൊ നിങ്ങളൊക്കെ കൂട്ടത്തിലോ അല്ലെങ്കിൽ അറിയുന്ന ആളുകളിലോ ഒക്കെ അവർക്ക് അങ്ങനെ സംഭവിച്ച ആളുകളെ കുറിച്ചിട്ട് അറിവുള്ളവരുണ്ടാകും. നമ്മൾ നോക്കിയാൽ കാണാൻ സാധിക്കുന്നത്, നല്ല രീതിയിൽ മസ്ജിദിൽ വന്ന് നല്ല രീതിയിൽ ഇബാദത്ത് എടുത്ത ഒരു വ്യക്തി പിറ്റേ ദിവസം മുതൽ തലതിരിഞ്ഞു, അങ്ങനെ ഒരു വാർത്ത എവിടെയും കിട്ടുകയില്ല, അത് കാണുകയില്ല. മറിച്ച് ഹിദായത്തിൽ നിന്നും തെറ്റിപ്പോകാനുള്ള കാരണങ്ങൾ അവർ സംഭവിച്ചിട്ടുണ്ടാകും. ഇൽമിൽ നിന്നും അകന്നു നിൽക്കുക, ദീനിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിൽ നിന്നും അകന്നു നിൽക്കുക എന്ന ഏറ്റവും വലിയ ഗുരുതരമായ കാര്യം അവർക്കുണ്ട്. അതുകൊണ്ട് ദീനിനെ കുറിച്ച് പഠിക്കുക, അതിന്റെ മജ്‌ലിസുകളിൽ ഇരിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് ഓരോ മനുഷ്യരും അവരുടെ റൂഹിന് കൊടുക്കേണ്ട, കൽബിന് കൊടുക്കേണ്ട അതിന്റെ പോഷകമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കണം. നമ്മുടെ ശരീരത്തിന് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ദിനേന 1-2 പ്രാവശ്യം ഭക്ഷണം നൽകിയാൽ മതിയാകുന്നതാണ്. എന്നാൽ റൂഹിന് അതിന് ലഭിക്കേണ്ട ഭക്ഷണം ഇൽമാണ്. അത് ഓരോ ശ്വാസത്തിലും അത് ആവശ്യമാണ് എന്നാണ്. നമ്മൾ ഓരോ ശ്വാസം കഴിക്കുമ്പോഴും നമുക്ക് ഹിദായത്തിന്റെ മാർഗം വളരെ അത്യാവശ്യമാണ്. കാരണം ഒരാൾ തെറ്റിപ്പോകാൻ നിസ്സാരമായ സമയമേ വേണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അവസാന കാലഘട്ടത്തിൽ ഒരാൾ രാവിലെ പ്രവേശിക്കും, വൈകുന്നേരം ആകുമ്പോഴേക്കും അവൻ ചിലപ്പോൾ ദീനിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടാകും. വൈകുന്നേരത്തെ ഒരാൾ പ്രവേശിക്കും, രാവിലെ ആകുമ്പോഴേക്കും ദീനിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടാകും. അത്രയും വലിയ ഫിത്നകളായിരിക്കും നിങ്ങളുടെ അടുക്കലേക്ക് വരിക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഹിദായത്തിൽ അടിയുറച്ചു നിൽക്കാൻ ഏറ്റവും സഹായകമാക്കുന്ന അതിന്റെ അനിവാര്യമായ കാര്യമാണ് അറിവ് എന്ന് മനസ്സിലാക്കുകയും അതിനുവേണ്ടി എത്ര നമ്മൾ അധ്വാനിക്കാൻ തയ്യാറാകുകയും വേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അറിവിന്റെ സദസ്സ്, അള്ളാഹുവിന്റെ ദീന് മനസ്സിലാക്കുന്ന ഒരു സദസ്സ് ഒരിടത്തുണ്ട് എന്ന് കേട്ടാൽ അത് മറ്റാരെക്കാളും എനിക്കത് ആവശ്യമുണ്ട് എന്ന അർത്ഥത്തിലേക്ക് നമ്മൾ അതിലേക്ക് പാഞ്ഞെടുക്കേണ്ടതുണ്ട്. നമുക്ക് നമ്മുടെ മുൻഗാമികളെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്നതിന് വേണ്ടി അവർ യാത്രകൾ ഒരുപാട് നടത്തിയിട്ടുണ്ട്. അവർ യാത്രകൾ നടത്തുകയാണ്, കിലോമീറ്ററുകളല്ല. അവർ നടത്തുന്നത് രാജ്യങ്ങളാണ് അവരെ കുറിച്ച് പറയുന്നത്. ഇത്ര കിലോമീറ്റർ നടത്തി ഇൽമിന്റെ സദസ്സിൽ ഇരുന്നു എന്നല്ല അവരെ കുറിച്ച് പറയപ്പെടാറുള്ളത്. അവർ ഇന്ന് രാജ്യങ്ങളും കടന്നു, ഇറാഖ് കടന്ന് ഇറാനിലെത്തി, അവിടെ നിന്ന് അപ്പുറത്തെത്തി, നജിദിലെത്തി. ഈ രൂപത്തിലാണ് അവരെ കുറിച്ചിട്ട് നമുക്ക് അവരുടെ ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. കാരണം അവർക്ക് അറിയാവുന്ന കാര്യമാണ്, ദുനിയാവിൽ അവർക്ക് ഏറ്റവും ഉപകരിക്കുന്നതും പരലോകത്ത് ഏറ്റവും ഉപകരിക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ ഒരാൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹിദായത്തിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാൻ ഇത്തരം സദസ്സുകളും അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പടച്ചതിന്റെ ലക്ഷ്യം തന്നെ അതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹു നമ്മെ പഠിച്ചതിന്റെ ലക്ഷ്യം അവനെ മാത്രം ഇബാദത്ത് ചെയ്യലാണ്. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഇബാദത്ത് എങ്ങനെ ചെയ്യണമെന്ന് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. മാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന് നമ്മളെപ്പോഴും തൗഹീദിന്റെ ആയത്തായിക്കൊണ്ട് ഓതുന്ന ഒരു ആയത്ത് തന്നെയാണ്. പടച്ചവൻ നമ്മെ പടച്ചതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അത് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. എങ്കിൽ എങ്ങനെയാണ് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക? അത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ റബ്ബ് സുബ്ഹാനഹു വ തആല യഥാവിധി ഇബാദത്ത് ചെയ്യണമെങ്കിൽ നമ്മൾ അനിവാര്യമായും അത് പഠിച്ചിരിക്കേണ്ടതുണ്ട് എന്ന് സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അങ്ങനെ പഠനം നടത്തിയിട്ടില്ല എങ്കിൽ വലിയ അപകടങ്ങൾ നമുക്ക് സംഭവിക്കും. ചിലപ്പോൾ വിശ്വാസ കാര്യങ്ങളിലായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ കർമ്മങ്ങളിലായിരിക്കാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിവ് പഠിക്കാതെ വലിയൊരു അബദ്ധം സ്വഹാബികളുടെ കൂട്ടത്തിൽ ചേർത്ത് സംഭവിച്ചപ്പോൾ അവിടുന്ന് കടുത്ത ഭാഷയിൽ ആക്ഷേപിച്ചത് കാണാൻ സാധിക്കും. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞതായി
അതാ ബിൻ അബി റവാഹ് റഹിമഹുല്ലാ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു വ്യക്തിക്ക് അസാബ റജുലൻ ജുർഹുൻ ഫി അഹ്ദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു വ്യക്തിക്ക് ഒരു മുറിവ്, ഒരു വ്രണമുണ്ടായി, വലിയൊരു വ്രണം അയാളുടെ ശരീരത്തിലുണ്ടായി. സുമ്മ ഇഹ്തലം, പിന്നീട് അയാൾക്ക് സ്വപ്നസ്ഖലനമുണ്ടായി, യാത്രയിലോ മറ്റോ ആണ്. ഫഉമിറ ബിൽ ഇഖ്തിസാൽ, ആളുകൾ പറഞ്ഞു നീ എന്തായാലും കുളിക്കേണ്ടതുണ്ട്. അയാൾക്ക് വ്രണം കാരണത്താൽ വലിയ മുറിവുണ്ട്, വെള്ളമാവാൻ പാടില്ലാത്തതായ വലിയ മുറിവാണ്. ആളുകൾ പറഞ്ഞു നീ നിർബന്ധമായും കുളിക്കണം. ഫഖ്തസൽ, ആ വ്യക്തി കുളിച്ചു. ഫമാത്, ആ വ്യക്തി മരണപ്പെടുകയും ചെയ്തു. ഫബല്ലഗ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ അടുക്ക് വാർത്ത എത്തി, ഇന്ന ആളിങ്ങനെ സംഭവിച്ചു, മുറിയൊക്കെ ഉണ്ടായ വ്യക്തിയാണ്, ആളുകൾ കുളിക്കാൻ പറഞ്ഞു, ആൾ കുളിച്ചു മരണപ്പെട്ടു എന്ന വാർത്ത അറിയിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖതലൂഹു, നിങ്ങൾ അവനെ കൊന്നുകളഞ്ഞു, അവരവനെ കൊന്നുകളഞ്ഞു. ഖതലഹുമുല്ലാഹ്, അല്ലാഹുവിന്റെ ശാപം അവർക്കുണ്ടാകട്ടെ. അലം യകുൻ ശിഫാഉൽ അയ്യ അസ്സുആൽ, അറിവില്ലായ്മയുടെ പരിഹാരം അറിവുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കലല്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. നമുക്ക് സഹോദരങ്ങളെ, സ്വഹാബികൾക്ക് സംഭവിച്ച ഒരു അബദ്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഗൗരവമായിട്ടാണ് കണ്ടിട്ടുള്ളത് എന്നാണ്. അവർക്ക് കർമ്മശാസ്ത്രപരമായ ഒരു വിഷയത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു അബദ്ധത്തെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ അവരോട് തിരുത്തുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാത്ത ആളുകൾ അവർ വിശ്വാസ കാര്യങ്ങളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അബദ്ധങ്ങൾ എത്രയാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും നമുക്കിനി അബദ്ധങ്ങളൊന്നും വരാൻ സാധ്യതയില്ല, നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കും. യഥാർത്ഥത്തിൽ ആ ചിന്ത തന്നെ പൈശാചികമായ ചിന്തയാണ്. നമുക്ക് അനാവശ്യമായ അല്ലെങ്കിൽ നമുക്ക് അർഹതയില്ലാത്തതായ നിർഭയത്വം നമ്മൾ അവകാശപ്പെടുക, അതല്ലെങ്കിൽ മനസ്സുകൊണ്ട് നമ്മളത് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് അത് ശരിയായിട്ടുള്ള കാര്യമല്ല. മറിച്ച് എപ്പോഴും അള്ളാഹുവിന്റെ ദീൻ അത് നമ്മളിൽ നിന്നും കൈവിട്ടു പോകുമോ എന്ന ഭയം നമ്മുടെ ഉള്ളിലുണ്ടാകണം. നോക്കൂ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു താലയോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന വജ്നുബിനി വബനി അൻ നഅ്ബുദൽ അസ്നാം എന്ന. അള്ളാഹു എന്നെയും എന്റെ സന്താന പരമ്പരയിൽ ഉൾപ്പെടുന്ന ആളുകളെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്നും രക്ഷിക്കണമേ എന്നാണ്. ആരാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം? വിഗ്രഹങ്ങളെ തച്ചുടച്ചിട്ടുള്ള മഹാനായ അള്ളാഹുവിന്റെ റസൂലാണ്, അള്ളാഹുവിന്റെ ദൂതനാണ്, ഉലുൽ അസ്മിൽപ്പെട്ട ആളാണ്. അവിടുന്ന് ആത്മാർത്ഥമായ റബ്ബിനോട് ചോദിക്കുന്നത് ഞാൻ തന്നെയും ഇതിനെ ആരാധിക്കുന്നതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണമേ എന്നാണ്. അതുകൊണ്ടാണ് ശേഷക്കാരായ ആളുകൾ, താബിഈങ്ങളായ ആളുകൾ പിന്നീട് പറഞ്ഞിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും, നമ്മുടെ മുൻഗാമികൾ പറഞ്ഞത് കാണാൻ സാധിക്കും. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇല്ലാത്തൊരു നിർഭയത്വം പിന്നെ ആർക്കാണ് ഉണ്ടാവുക? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈ കാര്യത്തിൽ നിർഭയത്വം ഇല്ലെങ്കിൽ പിന്നീട് ആർക്കാണ് അത് നിർഭയത്വം അവകാശപ്പെടാൻ സാധിക്കുക എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ തൗഹീദിന്റെ വിഷയത്തിൽ നമുക്ക് പേടിയുണ്ടാകണം. നമ്മൾ ഒരിക്കലും തന്നെ ഈ തൗഹീദിൽ നിന്നും തെറ്റിപ്പോവുകയില്ല. ഏറ്റവും കുറഞ്ഞ തൗഹീദിൽ നമ്മൾ അടിയുറച്ചു നിൽക്കും എന്ന അമിതമായ ആത്മവിശ്വാസം നമുക്കുണ്ടാകാൻ പാടില്ല. മറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ തെറ്റിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ പറഞ്ഞത് തൗഹീദ് ആവർത്തിച്ച് പഠിക്കണം. എനിക്കെന്നെ തൗഹീദൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ഞാൻ മുവഹിദാണ്, ഞാൻ മുവഹിദീങ്ങളുടെ കൂടെ തന്നെയാണ് എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവനാണ് കൂടുതൽ സാധ്യത. കാരണം അവൻ അറിയാതെ അവന്റെ തൗഹീദ് അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. കാരണം വരുന്ന ഫിത്നകൾ സഹോദരങ്ങളെ ആ രൂപത്തിലുള്ള ഫിത്നകളാണ്. ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രൂപത്തിൽ, ഹക്കും ബാത്തിലും മനസ്സിലാക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ഫിത്നകളാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പഠിക്കണം, നമ്മൾ ചിന്തിച്ചു നോക്കണം. നമ്മൾ അള്ളാഹുവിന്റെ ദീൻ, അതിന്റെ പ്രധാനപ്പെട്ട തൗഹീദിനെ കുറിച്ചിട്ടുള്ള നമ്മളെ പഠനം നമ്മൾ എവിടെ എത്തിയിരിക്കുന്നു? മഹാന്മാരായ ഉലമാക്കൾ, പണ്ഡിതന്മാർ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗ്രന്ഥരചനകൾ നടത്തിയിട്ടുള്ള സാധാരണക്കാരായ ആളുകൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് അല്ലെ കിതാബ് തൗഹീദൊക്കെ പോലെയുള്ള ഗ്രന്ഥങ്ങൾ നമ്മൾ പഠിച്ചു മനസ്സിലാക്കേണ്ട, തൗഹീദിന്റെ ബാലപാഠങ്ങൾ ഓരോ വ്യക്തിയും പഠിച്ചു മനസ്സിലാക്കേണ്ടതായ ഇൽമാണ് അതിലുള്ളത്. നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മൾ ഒരുപാട് കാലമായി ഈ ദീനിൽ നമ്മൾ നമ്മൾ വലിയ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്തുതിച്ചുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യമായിരിക്കും, നമ്മൾ പണ്ട് അങ്ങനെയാണ്, നമ്മൾ പിന്നീട് മാറ്റം സംഭവിച്ചു. പക്ഷെ നമ്മൾ ചിന്തിച്ചു നോക്കുക, അങ്ങനെയുള്ള മാറ്റം സംഭവിച്ചിട്ട് നമ്മൾ എത്ര കാലമായി അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ പഠിക്കുന്ന വിഷയത്തിൽ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു? തൗഹീദിന്റെ അടിസ്ഥാനങ്ങൾ പഠിക്കുന്ന ഒരു ഗ്രന്ഥമെങ്കിലും പൂർത്തിയായി പഠിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മൾ ചിന്തിച്ചു നോക്കേണ്ട കാര്യമാണ്. നമ്മൾ ഇൽമിന്റെ ശ്രേഷ്ഠതകൾ മനസ്സിലാക്കുമ്പോൾ സഹോദരങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രമാത്രം അത് പകർത്തുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. നമ്മളെപ്പോഴും നമ്മുടെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ് വേണ്ടത്. കാരണം ചിലപ്പോൾ നമ്മൾ സലഫുകളെ കുറിച്ചിട്ടുള്ള അവരുടെ വലിയ വലിയ ത്യാഗോജ്വലമായ കാര്യങ്ങളൊക്കെ കേൾക്കും, നമ്മൾ അഭിമാനം കൊള്ളും. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യില്ല. ചിലപ്പോൾ നമുക്ക് പിശാച് നമ്മൾ അങ്ങനെയൊക്കെയാണ് തോന്നിപ്പിക്കുക, നമുക്കതിന് വലുതായാൽ അങ്ങനെ ആക്കണം, ഇനി കുറച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെയുള്ള വലിയ വലിയ ആശകളൊക്കെ നമുക്ക് വരും. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഈ ആധുനിക കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖാണ്. നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദീൻ പഠിക്കാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്.
ഇത്തരം മജ്‌ലിസുകൾക്ക് അതിന്റെ ഫദ്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഞാൻ പറയാണ്, അത്ര പോലും നമുക്ക് നമ്മുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് പോലും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദീൻ നല്ല നിലക്ക് പഠിക്കാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. പക്ഷേ നമ്മളത് പഠിക്കാറുണ്ടോ? അതല്ല മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി, ഭൗതികമായ നൈമിഷികമായ കാര്യങ്ങൾക്ക് വേണ്ടി, അത്തരം കാര്യങ്ങൾ ആസ്വദിക്കുന്നതിന് വേണ്ടി മാത്രമാണോ നമ്മളിതൊക്കെ ഉപയോഗപ്പെടുത്തുന്നത്? നമ്മൾ ചിന്തിക്കണം. അല്ല, ഇത്തരം ഒരു മൊബൈൽ കൊണ്ട് എത്ര റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദീനുമായി ബന്ധപ്പെട്ട ഖുർആനിന്റെ തഫ്സീറുകൾ, അതുപോലെയുള്ള തൗഹീദുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദർസുകൾ ഈ രൂപത്തിൽ വളരെ കൃത്യമായി വ്യവസ്ഥാപിതമായി നമുക്ക് കേട്ട് പഠിച്ചു മനസ്സിലാക്കാൻ പറ്റാവുന്ന എത്ര കാര്യങ്ങളാണുള്ളത്. നമ്മൾ ചിന്തിക്കുക, നമ്മൾ അതിലൊക്കെ എവിടെ എത്തി നിൽക്കുന്നു? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഓരോരുത്തരും പരിശ്രമിച്ച് പഠിച്ചു മനസ്സിലാക്കാൻ നമ്മൾ അതിനു വേണ്ടി സമയം കണ്ടെത്താറുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ദീൻ ഇൽമിന് പ്രത്യേകതയുണ്ട്, ഇൽമ് പഠിക്കേണ്ടതാണ് എന്ന് പറയുമ്പോൾ, അതിനുവേണ്ടി ആളുകളൊക്കെ ക്ഷണിക്കുമ്പോൾ നമ്മൾ സ്വന്തം നമ്മളിലേക്ക് എപ്പോഴും തിരിഞ്ഞു നോക്കണം. ആ ദീൻ പഠിക്കാൻ വേണ്ടി ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും എനിക്ക് മാറ്റിവെക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ എന്താണ്, ഖുർആനിൽ 30 ജുസ് ഉണ്ട്, അതിലേതെങ്കിലുമൊക്കെ ഒരു ജുസ് എങ്കിലും ഏതെങ്കിലുമൊക്കെ ഒരു സൂറത്തെങ്കിലും ഓതിക്കഴിഞ്ഞാൽ എനിക്ക് അർത്ഥം അറിയാൻ പറ്റുന്നുണ്ടോ? അതിന്റെ ആശയം മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ടോ? സൂറത്തുൽ ഫാത്തിഹയുടെ ആശയമെങ്കിലും വളരെ ലളിതമായ രൂപത്തിൽ എനിക്ക് ഗ്രഹിച്ച് മനസ്സിലാക്കി ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കേണ്ട കാര്യമാണ്. ഇല്ലെങ്കിൽ നമ്മൾ വലിയ വീഴ്ച വരുത്തുന്നുണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. പഠിക്കുന്ന വിഷയത്തിൽ സഹോദരങ്ങളെ വലിയ വീഴ്ച വരുത്തുന്നുണ്ട്. അതേപോലെയുള്ള നമുക്കുള്ള മറ്റൊരു ബാധ്യതയാണ് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഖൈറുകൾ, നന്മകൾ, അതിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത്. ഒരിക്കലും നമ്മളെ കൊണ്ട് സാധിക്കാത്ത, വഹിക്കാത്തതായ വലിയ വലിയ ദൗത്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളതല്ല ഒരു സാധാരണക്കാരൻ ചെയ്യേണ്ട ദഅവത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഓരോ സാധാരണക്കാരന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ബല്ലിഗു അന്നി വലൗ ആയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരായത്താണെങ്കിൽ നിങ്ങൾ എന്നിൽ നിന്ന് എത്തിക്കുക. ആ ആയത്തിനെ കുറിച്ച് ശരിയായ രൂപത്തിൽ നമ്മൾ പഠിച്ചാൽ, മനസ്സിലാക്കിയാൽ നമുക്ക് മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ്. ആളുകൾ അതിലേക്ക് ക്ഷണിക്കുക. ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. പലർക്കും ഈ പറയുന്ന നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള പല കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ പോലുമില്ല. എന്താണ് യഥാർത്ഥ ദീൻ എന്ന് പോലും മനസ്സിലാകാതെ, ദീൻ എന്തോ ഒരു പുകമറ പോലെ അവർക്ക് ചില കാര്യങ്ങൾ മാത്രമാണ്, ചില ആചാരങ്ങൾ മാത്രമാണ് ദീൻ എന്ന് മനസ്സിലാക്കുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ അത്തരത്തിലുള്ള നന്മകളുള്ള ആളുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ നന്മകൾ പെട്ടെന്ന് സ്വീകരിക്കാൻ സാധിക്കുന്ന ആളുകൾ ഉണ്ടാകും. നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മൾ കാരണം അള്ളാഹുവിന്റെ ദീനിലേക്ക് നമുക്ക് എത്ര ആളുകളെ ഒന്ന് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. ചെയ്യാൻ സാധിക്കുന്ന രൂപത്തിലുള്ള എളുപ്പമുള്ള കാര്യങ്ങൾ നമ്മൾ മുഖേന ആരെങ്കിലുമൊക്കെ റബ്ബിന്റെ ദീനിലേക്ക് എത്തിയിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അല്ല, അതിനു മുമ്പ് ഞാൻ പറഞ്ഞ ആദ്യത്തെ കാര്യം, നമ്മൾ ഓരോരുത്തരും ഒരു വിദ്യാർത്ഥിയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിട്ടേച്ചു പോയ ഈ ദീൻ, ആ ഇൽമ്, അത് പഠിക്കുന്ന ആളുകളായി നമ്മൾ മാറേണ്ടതുണ്ട്. അല്ലാഹു തആല പറഞ്ഞല്ലോ, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. പഠിക്കുന്നവരും പഠിക്കാത്തവരും സമമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ് ചെയ്തത്, സമമാകുമോ? അഥവാ സമമാകുകയില്ല എന്ന് വളരെ വ്യക്തമായി പറയുന്ന രീതിയാണത്. പഠിക്കുന്നവനും പഠിക്കാത്തവനും തമ്മിൽ സമമാവുകയില്ല. കാരണം പഠിക്കുന്നവൻ മാത്രമാണ് അല്ലാഹു തആല ഏറ്റവും നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യുക. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ. തീർച്ചയായും റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല ഭയപ്പാടോടുകൂടി ഇബാദത്ത് ചെയ്യുന്ന അള്ളാഹിനെ മനസ്സിലാക്കിയ ആളുകൾക്കാണ്. അള്ളാഹിനെ മനസ്സിലാക്കാത്ത ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയത്തോടുകൂടി ഇബാദത്ത് ചെയ്യാൻ സാധിക്കില്ല, ഖശിയത്തോടുകൂടി ഇബാദത്ത് ചെയ്യാൻ സാധിക്കില്ല. എങ്ങനെയൊക്കെ ഇബാദത്ത് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അള്ളാഹിനെ യഥാർത്ഥ രൂപത്തിൽ ഭയപ്പെടണമെങ്കിൽ അവൻ നല്ല നിലക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? അത് പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ പഠിക്കുന്ന, ആ ദീൻ മനസ്സിലാക്കുന്ന ആളുകൾക്ക് മാത്രമേ ഖൈറുള്ളൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ആർക്കെങ്കിലും അല്ലാഹു തആല ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നല്ല സമ്പത്ത് കൊടുക്കുമെന്നോ, അവൻ നല്ല സ്ഥാനം കൊടുക്കുമെന്നോ, അതല്ലെങ്കിൽ നാട്ടിൽ അവൻ വലിയ പ്രശസ്തിയും യശസ്സും ഉയർത്തി കൊടുക്കുമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. യുഫഖിഹു ഫിദ്ദീൻ, ദീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജ്ഞാനം നൽകുമെന്നാണ്. അപ്പൊ അത് പണ്ഡിതന്മാർ തിരിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിന്റെ ഒരു മഫ്ഹൂം മുഖാലഫയാണ്. അതായത് മൻ ലം യുരിദില്ലാഹു ബിഹി ഖൈറൻ, ആർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ ഉദ്ദേശിച്ചിട്ടില്ലയോ, ലം യുഫഖിഹു ഫിദ്ദീൻ, അവൻ ദീനിൽ ഒരു ഫിഖ്ഹും കൊടുക്കുകയില്ല എന്നാണ്. അപ്പൊ നമുക്ക് എത്ര ഖൈറുണ്ട് എന്ന് നമുക്ക് ശരിക്കും ഈ ഒരു അളവുകോല് വെച്ച് നമുക്ക് ചിന്തിക്കാം. നമ്മുടെ വിജ്ഞാനം എത്ര, ഖുർആന്റെ വിഷയത്തിൽ നമ്മൾ എന്താണ്, ഖുർആൻ പാരായണം ചെയ്യുന്ന കാര്യത്തിൽ എന്താണ്, ഖുർആൻ ഓതാൻ നമുക്കറിയില്ല, തപ്പിത്തടഞ്ഞാണ് ഓതുന്നത്, ശരിയായ രൂപത്തിൽ പാരായണം ചെയ്യാൻ അറിയില്ല, ഖുർആനിന്റെ ആശയങ്ങളെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ എനിക്ക് അറിയുള്ളൂ, തൗഹീദിന്റെ അടിസ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്ന പാഠങ്ങളൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, അള്ളാഹുവിന്റെ അസ്മാ വ സിഫാത്തുകൾ, നാമവിശേഷണങ്ങളെ കുറിച്ച് യഥാവിധി പഠിച്ചിട്ടില്ല. ഈ കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. എന്നിട്ട് നമ്മൾ വിലയിരുത്തുക, നമുക്ക് എത്ര ഖൈർ ഉണ്ടാകും, അള്ളാഹു നമുക്ക് എത്ര ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടാകും. കാരണം നമ്മുടെ ഫിഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിലുള്ള വിജ്ഞാനം നമുക്ക് നൽകിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്
അതിലെ പ്രധാനപ്പെട്ട ഘടകമാണ്. സഹോദരങ്ങളെ, അതിനുവേണ്ടി പുറപ്പെടുന്നത് അത് നമ്മൾ ചെറിയൊരു പരിശ്രമമാണെങ്കിലും ശരി, അത് സ്വർഗത്തിലേക്കുള്ള വഴി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്. മൻ സലക ത്വരീഖൻ യബ്തഗി ഫീഹി ഇൽമ, ഇൽമ അന്വേഷിച്ചുകൊണ്ട്, അറിവ് അന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു വഴിയിലേക്ക് പ്രവേശിച്ചാലെന്നാണ് പറഞ്ഞത്. വഴിയുടെ അപ്പുറത്തേക്ക് എത്തിയാലെന്ന് പോലും പറഞ്ഞിട്ടില്ല. ഒരു വഴിയിലേക്ക് പ്രവേശിച്ചാലെന്നാണ് പറഞ്ഞത്. വഴിയിലൂടെ സഞ്ചരിച്ച് അപ്പുറത്തെത്തിയാൽ എന്നല്ല പറഞ്ഞത്. മൻ സലക ത്വരീഖൻ യബ്തഗി ഫീഹി ഇൽമ, ഇൽമ അന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും എന്നാണ്. വഇന്നൽ മലായികത ലതദഉ അജ്നിഹത ലിതാലിബിൽ ഇൽമി റിദൻ ബിമാ യസ്ന, ഒരാൾ ഈ ചെയ്യുന്ന പ്രവൃത്തിയുടെ തൃപ്തി കാരണത്താൽ അല്ലാഹുവിന്റെ മലക്കുകൾ അവരുടെ കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് വിരിച്ചു കൊടുക്കും. തീർന്നില്ല. വഇന്നൽ ആലിമ ലയസ്തഗ്ഫിറു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് ഹത്തൽ ഹീതാൻ ഫിൽ മാ, അല്ലാഹുവിന്റെ ദീൻ പഠിക്കാൻ വേണ്ടി പുറപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആകാശ ഭൂമികളിൽപ്പെട്ട അല്ലാഹുവിന്റെ പടപ്പുകൾ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടും. നമുക്കൊക്കെ സംഭവിച്ചു വന്ന പാപങ്ങൾ പുറത്തു വരാനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീൻ പഠിക്കാൻ വേണ്ടി ഒരല്പമെങ്കിലും നമുക്ക് സാധിക്കുന്ന അത്ര നമ്മൾ മാറ്റിവെക്കുക എന്നുള്ളതാണ്. അവിടുന്ന് അറിയിച്ചത് ഹത്തൽ ഹീതാൻ ഫിൽ മാ, ചെറു മത്സ്യങ്ങൾ പോലും, സമുദ്രത്തിലെ ചെറു മത്സ്യങ്ങൾ പോലും അവർക്ക് വേണ്ടി പാവങ്ങൾ പൊറുക്കലിനെ ചോദിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഷെയ്ഖ് സാലിഹ് ഫൗസാൻ ഹഫളഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും. ഫലാ യജൂസു ലിൽ ഇൻസാനി അൻ യതസാഹല ഫീ ഹുളൂരി മജാലിസിൽ ഇൽം, അറിവിന്റെ സദസ്സുകളിൽ ഹാജരാകുന്നതിൽ നിന്നും അതിനുവേണ്ടി പരിശ്രമിക്കുന്നതിൽ നിന്നും ഒരാൾ അലസത കാണിക്കാൻ പാടില്ല. ലിഅന്നഹു ഖദ് യസ്തഫീദു ഫായിദ തകൂനു സബബൻ ലിദുഖൂലിൽ ജന്ന, കാരണം ചില അറിവിന്റെ സദസ്സുകളിൽ നിനക്കൊരു ഫായിദയാണ് കിട്ടുക, അതായിരിക്കും നാളെ പരലോകത്ത് നിനക്ക് സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന ഒരു ഫായിദ എന്നാണ്. നമ്മൾ ആ മനസ്സിലാക്കിയ ഒരു ഖൈറായി ചിലപ്പോൾ നമ്മൾ ദിക്റായിരിക്കും പഠിച്ചിട്ടുണ്ടാവും, ഒറ്റൊരു ദിക്ർ, വേറൊന്നും പഠിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടെ നമ്മൾ അറിയിച്ച ഏറ്റവും അഫ്ളലായ ഏറ്റവും എളുപ്പമുള്ള ദിക്ർ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദിക്ർ, മീസാനിൽ ഏറ്റവും ഘനം തൂങ്ങുന്ന ദിക്ർ എന്നൊരു ഹദീസ് മാത്രം നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. ഒരാൾ ഇത് പഠിച്ച് ഇത് ആവർത്തിച്ച് അവന്റെ ജീവിതത്തിൽ പകർത്തിക്കഴിഞ്ഞാൽ മീസാനിൽ ഘനം തൂങ്ങുക. നാളെ പരലോകത്തെത്തി നോക്കുമ്പോൾ ആ ഒരു ക്ലാസ്സിൽ, ആ ഒരു ദർസിൽ ഞാൻ കേട്ട ഒരു അറിവാണ്, ഞാൻ മനസ്സിലാക്കിയ ഒരു അറിവാണ്, പിന്നീട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയപ്പോഴാണ് എനിക്ക് പരലോകത്ത് ഇത്ര വലിയ ഖൈർ ലഭിച്ചത് എന്നുള്ളത് ഒരാൾ തിരിച്ചറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ വേണ്ടി പുറപ്പെടുക എന്നുള്ളത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറജ ഫീ തലബിൽ ഇൽം, അറിവ് അന്വേഷിച്ചുകൊണ്ട് ഒരു മാർഗത്തിൽ പുറപ്പെട്ടുവോ, ഫഹുവ ഫീ സബീലില്ലാഹി ഹത്താ യർജി, അവൻ മടങ്ങിയെത്തുന്നത് വരെ അള്ളാഹിന്റെ മാർഗത്തിലാണ്. അതാ പോക്കും വരവും ഒക്കെ പ്രതിഫലാർഹമാണ്. ഒരു സ്ഥലത്തെ ഖൈറിന് വേണ്ടി പുറപ്പെട്ടാൽ അതിന് മാത്രമല്ല പ്രതിഫലം, തിരിച്ചു വീട്ടിലെത്തുന്നത് വരെയും അതിന്റെ പ്രതിഫലമുണ്ട് എന്നാണ് സഹോദരങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ എങ്ങനെയാണ് പഠിക്കാൻ? നമുക്ക് ഒരുപാട് ജോലി തിരക്കുകളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ജോലി തിരക്കുകളും അതല്ലെങ്കിൽ രണ്ടറ്റം കൂട്ടിമുട്ടാനുള്ള പരിശ്രമങ്ങളൊന്നും ഇന്നോ ഇന്നലെയോ തുടങ്ങിയ കാര്യമല്ല. ലോകം എന്നുണ്ടോ, മനുഷ്യരെന്ന് ജീവിക്കുന്നുണ്ടോ, ആ ജീവിതത്തിന് ആവശ്യമായ റിസ്ക് ഉണ്ടാക്കാൻ വേണ്ടി ആളുകൾ പരിശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും ധരിച്ചു പോകരുത്, നമ്മുടെ സ്വഹാബികളായ ആളുകളൊക്കെ 24 മണിക്കൂർ മസ്ജിദിൽ തന്നെ ഇരുന്നിട്ടാണ് അവർ ഈ കാണുന്ന ഇൽമു പഠിച്ചു മനസ്സിലാക്കിയത് എന്നല്ല. അങ്ങനെ ഒരിക്കലും തിരിച്ച് മനസ്സിലാക്കേണ്ടതില്ല, മറിച്ച് ചരിത്രം മനസ്സിലാക്കുക. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും അഫ്ളലായിട്ടുള്ളത് അബൂബക്കർ സിദ്ദീഖ് ആണെന്നും പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് ആണെന്നും റളിയല്ലാഹു അൻഹു എന്ന് നമുക്കറിയാവുന്ന അഹ്ലു സുന്നത്തിന്റെ അടിസ്ഥാന വിശ്വാസമാണ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, കുൻതു അന വജാറുൻ ലി മിനൽ അൻസാർ, ഞാനും അൻസാരികളിൽപ്പെട്ട എന്റെ ഒരു അയൽവാസിയും നതനാവബു നുസൂല അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് എത്തുമ്പോൾ നമ്മൾ ഒന്ന് തനാവുബ് ചെയ്യുമായിരുന്നു. എന്താണ് ആ തനാവുബ് പറഞ്ഞാൽ? അദ്ദേഹം വിശദീകരിക്കുന്നു, യൻസിൽ യൗമൻ വ അൻസിൽ യൗമൻ, അദ്ദേഹം ഒരു ദിവസം പോയി പഠിക്കും, ഞാൻ ഒരു ദിവസം പോയി പഠിക്കും. ഫഇദാ നസൽതു ജിഅ്തുഹു ബിഖൈരിൻ ദാലിക അൽയൗം മിനൽ വഹി വഗൈരിഹി വഇദാ നസല ഫഅല മിസ്ല ദാലിക, ഞാൻ ഒരു ദിവസം പോയി വല്ലതും പഠിച്ചാൽ ഞാൻ അവൻ അറിയിച്ചു കൊടുക്കും, അവൻ പഠിച്ചാൽ അവൻ അറിയിച്ചു കൊടുക്കും. ആരാണ്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ്, കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഉണ്ടായിരുന്നില്ല എന്നാണ്. ഒരു ദിവസം പഠിക്കാൻ പോയാൽ ഒരു ദിവസം അദ്ദേഹത്തിന് ജോലിയിൽ പോകും, വേറൊരു ദിവസം പഠിക്കാൻ പോയാൽ വേറൊരു ദിവസം എന്ത് ചെയ്യും? പഠിക്കും. അപ്പൊ അതിന്റെ അർത്ഥം ദീന് പഠിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടിലൊന്ന് എന്നുള്ള രീതിയിൽ നമ്മൾ പലരും തീരുമാനിക്കരുത്. ഒന്നുകിൽ നമ്മൾ മുഴുവൻ കച്ചവടത്തിലേക്ക് പോവുക, അല്ലെങ്കിൽ മാറി ദീൻ പഠിക്കുക.
ഇത് പലപ്പോഴും പ്രാക്ടിക്കലായി മുന്നോട്ട് പോകുന്ന ഒരു കാര്യമല്ല. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അധ്വാനിക്കാതെ, അവന്റെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള അധ്വാനമില്ലാതെ അവന് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ വിശദീകരിച്ചുകൊണ്ട്, ബുഖാരിയിലുള്ള ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട്, ഈ അസറിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, വഫീഹി അന്ന ത്വാലിബ് ലാ യഗ്ഫലു അൻ നദ്നി ഫി അംരി മആശി വഹാലി അഹ്ലിഹി. ഒരു ദീൻ പഠിക്കുന്ന ആൾ ഒരിക്കലും തന്റെ കുടുംബത്തിന്റെ വിഷയത്തിൽ അതിലൊരിക്കലും അശ്രദ്ധനാകാൻ പാടില്ല. എപ്പോഴും നമ്മൾ അധ്വാനിക്കേണ്ട ആവശ്യമുണ്ട്. അതേപോലെ തന്നെ യസ്തഈൻ അലാ ത്വലബിൽ ഇൽമി വഗൈരി, ദീൻ മുന്നോട്ട് പഠിക്കണമെങ്കിലും അവൻ എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ടാവും, ജോലി ചെയ്യേണ്ട ആവശ്യമുണ്ടാവും. അപ്പൊ അതിനൊരു മാർഗം നമ്മൾ കണക്കാക്കുക എന്നുള്ളതാണ്. നമ്മൾ പറയാറുണ്ടല്ലോ, തിരയടങ്ങിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, കപ്പലിറക്കാൻ പറ്റൂല. അപ്പൊ അതായിരിക്കും നമ്മൾ ചിന്തിക്കുക, നമ്മളിപ്പം തിരക്കാണ്, ഇനി തിരക്കൊക്കെ കഴിഞ്ഞിട്ട് നാളെ വരും, അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാം എന്നുള്ള ചിന്തയാണ് പലപ്പോഴും നമ്മൾ പുറകോട്ട് ചിന്തിച്ചാൽ ഒരുപാട് വർഷങ്ങൾ ഒന്നും പഠിക്കാതെ നമ്മൾ എത്തിയിട്ടുള്ളത്. നമ്മൾ ഒരുപാട് വർഷങ്ങൾ നഷ്ടപ്പെടാനുള്ള കാരണം അതാണ്. അപ്പൊ ഇനി നമ്മൾ ഒരിക്കലും ആ ഒരു ചിന്തയിൽ തുടരാൻ പാടില്ല. കാരണം തിരക്ക് കൂടുക എന്നുള്ളതല്ലാതെ ഒരിക്കലും കുറയുകയില്ല. നമ്മൾ മനസ്സിലാക്കാൻ വളരെ പ്രധാനപ്പെട്ട, തിരക്ക് കൂടുകയേ ഉള്ളൂ. അല്ലെ, നേരത്തെ നമ്മളിൽ പലരും ഒരു 5-10 വർഷങ്ങൾ മുമ്പ് പലരും വിവാഹം കഴിക്കാത്ത ആളുകളായിരുന്നു. വിവാഹം കഴിച്ചപ്പോൾ നേരത്തത്തിനേക്കാളും തിരക്ക് കൂടി, അധ്വാനിക്കേണ്ട ബാധ്യത വന്നു. പല ബാധ്യതകളും ഒന്നിനു പുറമെ ഒന്നായി കൂടുക എന്നുള്ളതല്ലാതെ ഒരിക്കലും കുറയാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ അതിന് കൃത്യമായ ഒരു മാർഗം ഉണ്ടാക്കുക, അതിനൊരു മാർഗരേഖ ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ വേറെ വഴിയില്ല. ദിവസം ഏത് സമയത്ത് ഞാൻ പഠിക്കും, ആഴ്ചയിൽ ഏത് സമയത്ത് പഠിക്കും, അങ്ങനെ കൃത്യമായി പഠിക്കാൻ വേണ്ടി എനിക്ക് സമയം മാറ്റിവെക്കുക എന്നുള്ളതല്ലാതെ സഹോദരങ്ങളെ വേറെ വഴിയില്ല. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒക്കെ വലിയ കച്ചവടക്കാരായിരുന്നു. എന്നാൽ അവരൊരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിൽ ഇരിക്കുന്നതിൽ നിന്നും ആ കച്ചവടം അവരെ അശ്രദ്ധയിലാക്കിയിട്ടില്ല. അതിന് ബുദ്ധിപരമായ മാർഗങ്ങൾ നമ്മൾ കാണേണ്ടതുണ്ട്. കച്ചവടം ചെയ്യുമ്പോഴും അതിൻ്റെതായ ബുദ്ധിയുണ്ട്. നമ്മൾ കച്ചവടം ചെയ്യാന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും അതിന്റെ കൂടെ കൂടുക എന്നുള്ളത് അത് കച്ചവടത്തിന്റെ രീതിയിൽ പോലും അത് ബുദ്ധിയല്ല എന്നാണ് പറയുന്നത്. അത് അതിൻ്റെതായ തർത്തീബുകൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതിൻ്റെതായ ആളുകൾ നിശ്ചയിച്ചുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പൊ ആ നിലക്ക് സമയം മാറ്റിവെച്ചുകൊണ്ട് പഠിക്കുക എന്നുള്ളത് വലിയ ഉപകരിക്കുന്ന കാര്യമാണ്. നമുക്കറിയാം, ഈ ആധുനിക കാലഘട്ടത്തിൽ ലോകം കണ്ട ഏറ്റവും വലിയ മുഹദ്ദിസ് ആരായിരുന്നു? ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹ്. അദ്ദേഹം പറയുന്നുണ്ട്, മിൻ തൗഫീഖില്ലാഹി വഫദ്ലിഹി, അള്ളാന്റെ വലിയ തൗഫീഖും ഔദാര്യമാണ്, അലയ്യ അൻ വജ്ജഹനി മുൻദു അവ്വല ശബാബി ഇലാ തഅല്ലുമി മിൻഹതി തസ്ലീഹി സഅ. ഞാൻ എൻ്റെ യുവത്വത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ, അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ വാച്ച് നന്നാക്കുന്നത് പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. വദാലിക ലിഅന്നഹാ ഹുറത്തുൻ ലാ തതആറദു മഅ ജുഹൂദി ഫി ഇൽമി സുന്ന. അതുകൊണ്ട് തന്നെ ഈ സ്വന്തമായിട്ടുള്ള ഒരു കൈത്തൊഴിൽ ഞാൻ പഠിച്ചത് കാരണത്താൽ എനിക്ക് ഇൽമു പഠിക്കുന്നതിൽ നിന്നും, ഹദീസുകൾ പഠിക്കുന്നതിൽ നിന്നും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, വലിയൊരു സമയം അതിൽ ലഭിച്ചു. അദ്ദേഹം പറയാണ്, ഫഖദ് അതൈതു ലഹാ മിൻ വഖ്തി കുല്ല യൗമിൻ മഅദ സുലസാ വൽ ജുമുഅ 3 സഅാത്തിൻ സമനിയ ഫഖദ്. അദ്ദേഹം പറയാണ്, ഞാൻ ചൊവ്വാഴ്ചയും അതേപോലെ വെള്ളിയാഴ്ചയും ഒഴികെ ബാക്കിയുള്ള എല്ലാ ദിവസവും 3 മണിക്കൂർ ഞാൻ എന്ത് ചെയ്യാറുണ്ട്, ഞാൻ ഈ ജോലി പോയി ചെയ്യാറുണ്ട്. വഹാദൽ ഖദർ യുംകിനുനി മിൻ ഹുസൂലി അലൽ ഖൂത്തിൽ ദറൂരി ലി വലി ഇയാലി വഅത്ഫാലി അത്ഫാലി. അദ്ദേഹം പറയാണ്, ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള ചെലവിന് വേണ്ടി, എൻ്റെ കുട്ടികൾക്കും ഭാര്യയ്ക്കും ഒക്കെ വേണ്ടിയുള്ള ചെലവ് ഞാനത് നടത്തിയിരുന്നു എന്നാണ്. ആരാണ് ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ, ലോകം കണ്ട മുഹദ്ദിസായിട്ട് നമ്മൾ ഇന്ന് മുൻഗാമികളുടെ ദറജയിൽ ആളുകൾ എണ്ണുന്ന അത്രയും വലിയ ഇൽമുണ്ടായ ബഹറായിട്ടുള്ള മരണപ്പെട്ടു പോയ വ്യക്തിയാണ് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹ്. അദ്ദേഹം ജോലി ചെയ്തിട്ട് തന്നെയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പഠിക്കുകയും നേടിയെടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. സഹോദരങ്ങൾ, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അതിനു വേണ്ടി നമ്മൾ കുറച്ചു കൊടുക്കുക. അങ്ങനെ ഒരു കായികയുണ്ട്, മാലായുദുർ കുല്ലുഹു ലായുത്തുർക്ക് ജുല്ലുഹു. ഒരു കാര്യം പൂർണ്ണമായി നമുക്ക് നേടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ കുറവ് കിട്ടുന്നത് നമ്മൾ എന്ത് ചെയ്യരുത്, ഒഴിവാക്കരുത്. നമുക്കൊരു കാര്യം പൂർണ്ണമായി പകല് മുഴുവൻ പോയി പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിലൊരു അരമണിക്കൂർ പഠിക്കുന്ന നമ്മൾ നഷ്ടപ്പെടുത്തരുത്, അല്ലെങ്കിൽ 1/4 മണിക്കൂർ പഠിക്കുന്ന നഷ്ടപ്പെടുത്തരുത്. പിശാച് നമ്മൾ എപ്പോഴും വഞ്ചിക്കുന്ന കാര്യമാണ്. എനിക്ക് ഏതായാലും ഇന്ന് പഠിക്കാൻ പറ്റിയിട്ടില്ല, ഇന്ന് പോകാൻ പറ്റിയിട്ടില്ല. ഇല്ല, നിനക്ക് പറ്റുന്ന കാര്യമുണ്ട്, പറ്റുന്ന കാര്യം കുറച്ചെങ്കിലും കുറച്ചുണ്ട്, അത് നീ ചെയ്യണം. കുറഞ്ഞത് എത്രയാണോ സഹോദരങ്ങളെ അത് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യേകിച്ചും ഈ ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരുപാട് നല്ല നല്ല തൗഹീദിന്റെയും തഫ്സീറിന്റെ ഒക്കെ പ്ലേലിസ്റ്റുകൾ നമുക്ക് കിട്ടും. എടുത്തു കഴിഞ്ഞ ക്ലാസ്സുകൾ കിട്ടും. അത് വെച്ചുകൊണ്ട് നമുക്ക് പഠിക്കാൻ, അത് വെച്ച് മനസ്സിലാക്കാൻ, കാര്യങ്ങൾ ഗ്രഹിക്കാൻ സഹോദരങ്ങൾ നമുക്ക് ഏറെ ഉപകരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണമെന്ന് സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ചും യുവാക്കളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം മുൻഗാമികൾ ആ നിലക്കുള്ള ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ നൽകുന്ന ഉപദേശം എന്താണ്? ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ. 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ 5 കാര്യം ഉപയോഗപ്പെടുത്തണം. 5 കാര്യം മനുഷ്യന് വരും, എല്ലാ മനുഷ്യർക്കും വരും. അതിനു മുമ്പ് 5 കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്താറുണ്ട്. എന്താണത്? അവിടുന്ന് പറഞ്ഞു, ശബാബക ഖബ്ല ഹറമിക.
വാർദ്ധക്യം എത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ യുവത്വം അത് നിങ്ങൾ ശരിക്കും ഉപയോഗപ്പെടുത്തണം. കാരണം യുവാക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ പലതും വാർദ്ധക്യമുള്ള ആളുകൾക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ യുവാക്കൾക്ക് പലതും ചെയ്യാൻ പറ്റും. ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്നും സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ വഹിച്ചതും വലിയ വലിയ നേട്ടങ്ങളും മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഏത് കാലഘട്ടത്തിലും യുവാക്കളാണ്. യാതൊരു സംശയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ കൂടെ നോക്കൂ. ഏറ്റവും കൂടുതൽ ഇൽമ പഠിച്ച സഹാബികൾ ആരൊക്കെയാണ്? കൂടുതൽ യുവാക്കളായ ചെറുപ്പക്കാരായ ആളുകളാണ്. യുദ്ധത്തിന് മുൻനിരയിൽ ഉണ്ടായിരുന്ന ആളുകൾ ആരാണ്? യുവാക്കളാണ്. യുവാക്കളാണ് ഒരു നാട്ടിൽ യുവാക്കള് അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ വളർന്നു തുടങ്ങിയാൽ അവിടെ മാറ്റങ്ങൾ നന്നായിട്ടുണ്ടാകും. കാരണം പ്രായമുള്ള ആളുകൾക്ക് പലതിന്റെയും കാര്യങ്ങൾ ശ്രദ്ധയും അതേപോലെ തന്നെ പല കാര്യങ്ങളിലുമുള്ള കുറവുകൾ അവർക്ക് സംഭവിച്ചിട്ടുണ്ടാകും. അവർക്ക് വലിയ ആവേശങ്ങൾ കുറവായിരിക്കും. എന്നാൽ യുവാക്കൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവരുടെ ആവേശം കാണിച്ചു കഴിഞ്ഞാൽ അത് അവർക്കും അവരുടെ ചുറ്റുമുള്ളവർക്കും നാട്ടുകാർക്കുമൊക്കെ വലിയ ഉപകാരം ഉണ്ടാകും. അതുകൊണ്ടാണ് എപ്പോഴും ഇസ്ലാമിന്റെ ശത്രുക്കൾ യുവാക്കളെയാണ് യഥാർത്ഥത്തിൽ ലക്ഷ്യം വെക്കുന്നത്. യുവാക്കളെ യഥാർത്ഥ പാതയിൽ നിന്ന് തെറ്റിച്ചു കളയുക എന്നാണ്. ഒരു നാട്ടിൽ യുവാക്കളെ യഥാർത്ഥ പാതയിൽ നിന്നും തെറ്റിച്ചു കളഞ്ഞാൽ പിന്നീട് അവിടെ ആ നാട് കുട്ടിച്ചോറാക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് യുവാക്കളെ ദീനിൽ നിന്ന് തെറ്റിച്ചു കളയണം. യുവാക്കൾ അങ്ങനെ ദീനിൽ മുറുകെ പിടിക്കുന്ന ആളുകളായി ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള പലരും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. മുസ്ലിമീങ്ങൾ അവരുടെ ദീൻ അത്ര ശക്തിയിൽ പിടിക്കാൻ പാടില്ല. മുസ്ലിമീങ്ങൾ എല്ലാത്തുക്കും പറ്റുന്ന ആളായിരിക്കണം. തൗഹീദ് ഉണ്ടായാലും ശരി, എന്തുണ്ടായാലും ശരി, മുസ്ലിമീങ്ങൾ എല്ലാവിധ ശിർക്കൻ പരിപാടികൾക്ക് പങ്കെടുക്കുന്നവനായിരിക്കണം. എല്ലാ രൂപത്തിലുള്ള ഹറാമുകൾക്കും ലിബറൽ ചിന്തകൾക്കും അവൻ അതിന് രാജിയാകണം. ഈ രൂപത്തിൽ പറയുന്ന സഹോദരങ്ങൾ, യുവാക്കളെ കൃത്യമായി അവരുടെ വഴിയൊന്ന് അല്പം തെറ്റിച്ചു വിട്ടു കഴിഞ്ഞാൽ ആ സമൂഹം ഒന്നാകെ നശിച്ചു പോകാൻ മതിയായതാണ്. എന്നാൽ യുവാക്കള് നന്നാവുകയാണെങ്കിൽ ആ സമൂഹത്തിന് തന്നെ വലിയ മാറ്റങ്ങളും നേട്ടങ്ങളും അവർക്കുണ്ടാകും. കാരണം അവർക്കാണ് അധ്വാനിക്കാൻ സാധിക്കുന്നത്. അവർക്കാണ് ഏത് നിലക്കും ഭൗതികമായ കാര്യങ്ങൾക്കാകട്ടെ ദീനിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാകട്ടെ ഏറ്റവും നന്നായി അധ്വാനിക്കാൻ സാധിക്കുന്നത് യുവാക്കൾക്കാണ്. അതുകൊണ്ട് ശബാബക ഖബ്ല ഹറമിക്, പ്രായത്തെ പലതും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് യുവാക്കളെ ആ യുവത്വം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. വസിഹ്ഹതക ഖബ്ല സഖമിക്, രോഗം എല്ലാവർക്കും വരും. രോഗം വരാത്ത എപ്പോഴും ആരോഗ്യത്തിൽ മാത്രം തുടർന്നു പോകുക എന്നുള്ളത് സംഭവിക്കുന്നതല്ല. രോഗം വരും. അതുകൊണ്ട് അതിനു മുമ്പ് ആരോഗ്യമുള്ള അവസ്ഥ അതിന് ഉപയോഗപ്പെടുത്തണം. വഗിനാക ഖബ്ല ഫഖ്രിക്, ദാരിദ്ര്യം ആളുകൾക്ക് വന്നേക്കാവുന്ന കാര്യമാണ്. അതിനു മുമ്പ് നിനക്ക് ലഭിച്ചിട്ടുള്ള ഈ ധന്യത അത് നീ ഉപയോഗപ്പെടുത്തണം. വഫറാഗക ഖബ്ല ശുഗ്ലിക്, നേരത്തെ പറഞ്ഞ കാര്യമാണ്. നിനക്ക് ഇപ്പോൾ കിട്ടിയ ഒഴിവു സമയമുണ്ട്, ഇനി നീ തിരക്കാകുന്നതിന് മുമ്പ് ഒഴിവു സമയം നീ ഉപയോഗപ്പെടുത്തണം. വഹയാതക ഖബ്ല മൗതിക്, നിന്റെ മരണം വരുന്നതിന് മുമ്പ് ഈ ജീവിതം നീ ഉപയോഗപ്പെടുത്തണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇവിടെ യുവാക്കളോട് പ്രത്യേകമായി പറയുന്ന കാര്യം നോക്കൂ. ഇവിടെ വഹയാതക ഖബ്ല മൗതിക്, മരണത്തിന് മുമ്പുള്ള നിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അതിലെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. വാർദ്ധക്യവും യുവത്വവും എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും ഈ ഹദീസിൽ ശബാബക ഖബ്ല ഹറമിക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞത് പണ്ഡിതന്മാർ പറയാണ് യുവത്വത്തിന്റെ പ്രാധാന്യം, ആ സമയത്തുള്ള പ്രാധാന്യമാണ് അറിയിക്കുന്നത്. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉഅ്തീതു ജവാമിൽ കലിം എന്ന് പറഞ്ഞയാളാണ്, എനിക്ക് വളരെ കുറഞ്ഞ വാക്കുകൾ ധാരാളം ആശയങ്ങൾ പറയാൻ സാധിക്കുമെന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അവിടെ വാക്കുകൾ വളരെ കുറവാണ്. ഹദീസുകളിലൊക്കെ വളരെ കുറഞ്ഞ വാക്കുകൾ വലിയ ആശയങ്ങളാണ്. അങ്ങനെയുള്ള ഹദീസിൽ പോലും സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുവത്വത്തിന്റെ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ പ്രാധാന്യത്തെ അറിയിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. നോക്കൂ, ഇവിടെ മറ്റൊരു ഹദീസിലും ഇത് വന്നിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലാ തസൂലു ഖദമ ഇബ്നി ആദം യൗമൽ ഖിയാമ മിൻ ഇൻദ റബ്ബി ഹത്താ യുസ്അല അൻ ഖംസിൻ, 5 കാര്യങ്ങൾക്ക് ഉത്തരം പറയുന്നത് വരെ, ചോദ്യം ചെയ്യപ്പെടുന്നത് വരെ ഖിയാമത്ത് നാളിൽ ഒരു മനുഷ്യനും അവന്റെ കാൽപാദം മുന്നോട്ട് വെക്കാൻ പറ്റുകയില്ല. എന്നിട്ട് പറഞ്ഞു, ഉമരിഹി ഫീമ അഫ്ന, അവന്റെ ജീവിതം എന്തിനാണ് അവൻ തുലച്ചു കളഞ്ഞത് എന്ന് ചോദിക്കും. വഅൻ ശബാബിഹി ഫീമ അബ്ല, ആ ആയുസ്സിനെ കുറിച്ച് ചോദിച്ചു. ആയുസ്സിലെല്ലാം പെട്ടിട്ടുണ്ട്. പക്ഷേ രണ്ടാമത് ചോദിച്ചത് വഅൻ ശബാബിഹി ഫീമ അബ്ല, അവന്റെ യൗവനം എന്തിനാണ് അവൻ പാഴാക്കിയിരിക്കുന്നത്, അതെന്തിനാണ് അവൻ പാഴാക്കിയതെന്ന് പ്രത്യേക ചോദ്യം ഉണ്ടെന്നാണ്. യുവത്വത്തിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിലാണോ ചെലവാക്കുന്നത്, അതല്ല മറ്റെന്തെങ്കിലും മാർഗത്തിലാണോ, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സമ്പാദ്യത്തെ കുറിച്ച് 2 ചോദ്യം, എവിടെ നിന്നാണ് ഉണ്ടാക്കിയത്, എവിടെയാണ് ചെലവഴിച്ചത്, പഠിച്ച കാര്യത്തിൽ എന്താണ് പ്രവർത്തനം ചെയ്തത് എന്ന് സഹോദരങ്ങൾ ചോദിക്കുമെന്നാണ്. അപ്പോൾ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുവാക്കളുടെ കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു, യുവാക്കളെ കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകം നിങ്ങൾ ക്ഷണിക്കണം, യുവാക്കളെ കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകം ക്ഷണിക്കണം. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുവാക്കളെ കണ്ടു കഴിഞ്ഞാൽ പറയുമായിരുന്നു, മർഹബൻ ബി വസിയത്ത്, അവിടുന്ന് പറയും മർഹബൻ ബി വസിയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
റസൂലുള്ളാഹിന്റെ വസിയത്തിനെ ഇതാ അവിടെ സ്വാഗതം ചെയ്യുന്നു. എന്നിട്ട് റസൂലുള്ള ചെയ്ത കാര്യങ്ങൾ അവർ പറയാൻ ഔസാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ നമുക്ക് വസിയത്ത് ചെയ്തിട്ടുണ്ട് അൻവസിഅ ലക്കും ഫിൽ മജ്ലിസ്. യുവാക്കളെ കണ്ടാൽ അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു പറയാൻ, യുവാക്കളോട് പറയാൻ, നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ മജ്ലിസിൽ നിങ്ങൾ ഇടം നൽകണം എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. എവിടെയെങ്കിലൊക്കെ ഒരു മജ്ലിസ് സംഘടിപ്പിക്കുമ്പോൾ യുവാക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ ഇടം കൊടുക്കണം, യുവാക്കളെ ക്ഷണിക്കണം, യുവാക്കളെ പ്രത്യേകം നിങ്ങൾ പരിഗണിക്കണം. അതേപോലെ തന്നെ വഅന്നുഫഹിമകും അൽ ഹദീസ്, അവർക്ക് ഹദീസുകൾ ശരിക്കും മനസ്സിലാക്കി കൊടുക്കണം, ദീൻ പഠിപ്പിച്ചു കൊടുക്കണം. ഫഇന്നകും ഖുലൂഫുന, കാരണം നമ്മൾ മരണപ്പെട്ടാൽ ഇനി ബാക്കിയുള്ളത് ഈ യുവാക്കളാണ്, ഈ ചെറുപ്പക്കാരാണ്, ഈ ദീനിന്റെ ഭാവി തലമുറ അവരാണ് പഠിക്കുകയും അവരാണ് പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യേണ്ടത്. ഫഇന്നകും ഖുലൂഫുന വഅഹ്ലുൽ ഹദീസ് ബഅദന, നമുക്ക് ശേഷം ഈ ദീനിന്റെ ഹദീസിന്റെ ആളുകൾ ഇവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു എന്നാണ്. അതേപോലെ തന്നെ അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു അൻഹു യുവാക്കളെ കണ്ടാൽ അവർ പറയുമാൻ, യബ്ന അഖി, എന്റെ സഹോദരന്റെ മകനെ, ഇദാ ശകക്ത ഫി ഷൈഇൻ, നിനക്ക് എന്തെങ്കിലുമൊക്കെ ദീനിൽ സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഫസൽനി ഹത്താ തസ്തൈഖിൻ, നിനക്ക് യഖീനാകുന്നത്, ഒരു ഉറപ്പാകുന്നത് നീ എന്നോട് ചോദിക്കണം, നീ മടിക്കരുത്. യുവാക്കൾക്ക് പല കാര്യങ്ങളിലും സംശയം ഉണ്ടാവും, നീ കാര്യം ശരിക്കും മനസ്സിലാക്കുന്നത് വരെ എന്നോട് ചോദിക്കണം. ഫഇന്നക ഇൻ തസ്രിഫ് അലാ യഖീൻ അഹബ്ബു ഇലയ്യ മിൻ അൻ തസ്രിഫ് അലാ ശക്ക്, കാരണം നീ ഒരു സംശയത്തോടു കൂടി ദീന്റെ കാര്യങ്ങൾ അറിയാതെ മടങ്ങിപ്പോകുന്നത് അതിനേക്കാളും എനിക്ക് നീ ദീനൊക്കെ മനസ്സിലാക്കി യഖീനോടുകൂടി പോകുന്നതാണ് എനിക്കിഷ്ടം എന്ന് അദ്ദേഹം പറയുമായിരുന്നു എന്നാണ്. മഹാന്മാരായ സഹാബികളൊക്കെ ഈ രൂപത്തിൽ യുവാക്കളെ പ്രത്യേകം പരിഗണിച്ചിരുന്നു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞ വസിയത്താണ്, യുവാക്കൾക്ക് ഇടം കൊടുക്കണം, അവരെ മജ്ലിസുകൾക്ക് ക്ഷണിക്കണം, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, അവർ നിങ്ങളുടെ പിൻഗാമികളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, യുവാക്കളുടെ വിഷയം അത് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കുകയും, നമ്മൾ യുവാക്കളായ ആളുകൾ, യുവത്വത്തിലുള്ള ആളുകൾ, നമ്മുടെ ആയുസ്, നമ്മുടെ യുവത്വം അത് കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് നമുക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ പരമാവധി നമ്മൾ ചെയ്യണം. കാരണം ഇന്ന് ചെയ്യാൻ പറ്റാത്തത് നാളെ ചെയ്യാൻ സാധിക്കുകയില്ല. 40 വയസ്സ് ആയതിനു ശേഷം ഉണ്ടാകുന്ന ഒരാളുടെ മാറ്റവും അതിന് മുമ്പുള്ള മാറ്റവും അത് വലുതാണ്. 30 കഴിഞ്ഞപ്പോൾ തന്നെ 30-ന് മുമ്പുണ്ടായിരുന്ന പല ചുറുചുറുക്കും ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ചെയ്യാൻ സാധിക്കുകയില്ല. നാളുകൾ ബോധ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ യുവാക്കളെ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടി മഹാന്മാരായ മുൻഗാമികൾ അവരിൽ ചിലരോട് പറയുമായിരുന്നു, യാ മഅ്ശറ ശബാബ് തനീമു, യുവാക്കളെ നിങ്ങൾ ശരിക്കും ഉപയോഗപ്പെടുത്തണം. എന്നിട്ട് പറയും, ഖല്ലമാ തമുറു ബി ലൈല ഔ ഇല്ലാ വഅഖറഉ ഫീഹാ അൽഫ ആയ, ഏതൊരു രാത്രി കടന്നു പോകുമ്പോഴും ഞാൻ 1000 ആയത്തുകൾ ഓതും. വഇന്നീ ലഅഖറഉൽ ബഖറ ഫീ റക്അ, ഒരു റക്അത്തിൽ ഞാൻ സൂറത്തുൽ ബഖറ തന്നെ പാരായണം ചെയ്യും. വഇന്നീ ലഅസൂമു അശ്ഹുറുൽ ഹുറും, പവിത്ര മാസങ്ങളിലൊക്കെ ഞാൻ നോമ്പെടുക്കാറുണ്ട്. വസലാസത അയ്യാമിൻ മിൻ കുല്ലി ഷഹർ, എല്ലാ മാസത്തിൽ 3 നോമ്പ് ഞാൻ എടുക്കും. വൽ ഇസ്നൈന വൽ ഖമീസ്, തിങ്കളും വ്യാഴവും ഞാൻ നോമ്പെടുക്കും. സുമ്മ തലാ വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, അദ്ദേഹം ഈ പറഞ്ഞതൊക്കെ പൊങ്ങച്ചം പറയാനല്ല, റിയായിനല്ല, ലോകമാന്യത്തിനല്ല. വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹം അത് പറയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പാരായണം ചെയ്യുമായിരുന്നു എന്നാണ്. പണ്ഡിതന്മാർ പറയുന്നത് യുവാക്കളെ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞതാണ് എന്നാണ്. അദ്ദേഹം ചെയ്ത കർമ്മങ്ങൾ എടുത്തു പറയാനല്ല. അത് ശ്രദ്ധിക്കണം. അപ്പൊ ആളുകളെ, യുവാക്കളെ അമലുകളിലേക്ക്, സൽക്കർമ്മങ്ങളിലേക്ക് ക്ഷണിക്കാൻ, അവരെ കൊണ്ട് ഇതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ കഴിയുന്നവരാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മുടെ മുൻഗാമികൾ അത് പറയുമായിരുന്നു എന്നാണ്. അംർ ഇബ്നു മൈമൂൻ റഹിമഹുല്ലാ, അദ്ദേഹം യുവാക്കളെ കണ്ടാൽ പറയും, ലഖദ് റസഖനി അല്ലാഹുൽ ബാരിഹത മിനസ് സലാത്തി കദ, അലൈഹിസ്സലാം, ഇന്നലെ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഒരുപാട് നിസ്കരിക്കാനുള്ള വലിയ ഔദാര്യം അല്ലാഹു നൽകി. വറസഖ മിനൽ ഖൈരി കദ, ഇന്ന നന്മകളൊക്കെ എനിക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് പറയും. എന്തിനു വേണ്ടിയിട്ടാണ്? പണ്ഡിതന്മാർ പറയും, അവരാരും അവരുടെ അമലുകൾ എടുത്തു കാണിക്കാനല്ല, മറിച്ച് യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. യുവാക്കൾക്ക് ഇതിനേക്കാൾ ഏറെ ചെയ്യാൻ സാധിക്കും, ഈ പ്രായമായ ഞങ്ങൾ തന്നെ ഇത്ര ചെയ്യുന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പണ്ഡിതന്മാർ പറയാം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, യുവാക്കളെ ദീനിലേക്കും യുവാക്കളെ അറിവിന്റെ മജ്ലിസിലേക്കും ഒക്കെ ക്ഷണിക്കുകയും ആ നമ്മുടെ യൗവനം അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം. അതേപോലെ മുൻഗാമികൾ യുവാക്കളോട് നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട മറ്റൊരു നസീഹത്ത് അതിപ്രകാരമാണ്, ഇത്തഖുല്ലാഹ യാ മഅ്ശറ ശബാബ്. ഇത് അനസ് ഇബ്നു സീരീൻ റഹിമഹുല്ലാ നൽകിയ ഉപദേശമാണ്. അദ്ദേഹത്തിന്റെ മരണസമയത്താണ് അദ്ദേഹം ഈ ഉപദേശം നൽകുന്നത് എന്ന് കാണാം. യുവാക്കളെ, നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം. ഉൻളുറു മിമ്മൻ തഖുദൂന ഹാദിഹിൽ അഹാദീസ് ഫഇന്നഹാ മിൻ ദീനിക്കും, നിങ്ങൾ ഈ ഹദീസുകൾ, ഈ വിജ്ഞാനം അതാരിൽ നിന്നാണ് സ്വീകരിക്കുന്നത് എന്ന് നിങ്ങൾ ശരിക്കും പരിശോധിക്കണം. ഫഇന്നഹാ മിൻ ദീനിക്കും, കാരണം ഈ വിജ്ഞാനം എന്ന് പറയുന്നത് നിങ്ങളുടെ ദീനാണ്. അല്ല, യുവാക്കളെ കുറിച്ചിട്ട് അവരുടെ തുടക്കകാലം പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതുപോലെ തന്നെ അവരുടെ തുടക്കകാലത്ത് നിങ്ങൾ അഹ്ലുസുന്നത്തിന്റെ കൂടെയാണ്, യഥാർത്ഥ ഖുർആനിന്റെയും സുന്നത്തിന്റെയും സ്വഹാബികളുടെ മാർഗം പിൻപറ്റുന്നവരുടെയും കൂടെയാണെങ്കിൽ നീ അവരുടെ കാര്യത്തിൽ സന്തോഷിച്ചുകൊള്ളൂ. കാരണം അവരുടെ ഭാവി അങ്ങനെ തന്നെ ആയാൻ സാധ്യത കൂടുതലാണ്. എന്നാൽ ആദ്യ കാലഘട്ടത്തിൽ തന്നെ വല്ല വൈപിഴവിലുമാണെങ്കിൽ
അവൻ പിന്നീട് ആ വഴികേടിൽ തന്നെ തുടരാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. മഹാനായ അംർ ബിൻ ഖൈസ് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഇദാ റഅയ്ത ശാബ അവ്വല മൻ യൻശഉ മഅ അഹ്ലി സുന്ന വൽ ജമാഅ ഫർജുഹ്, നീ ഒരു യുവാവിനെ അവന്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ, യുവത്വത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ സുന്നത്തിന്റെ കൂടെ ജമാഅത്തിന്റെ കൂടെ അഥവാ സ്വഹാബികളുടെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുന്നത് കണ്ടാൽ നീ അവനിൽ പ്രതീക്ഷ വെച്ചോളൂ. വഇദാ റഅയ്തഹു മഅ അഹ്ലിൽ ബിദ്അ ഫൽയസ്മിൻ, നീ അവനിലെ ബിദ്അത്തുകാരുടെ കൂടെയാണ് കാണുന്നതെങ്കിൽ നീ എന്ത് ചെയ്യട്ടെ, അവനിൽ നിനക്ക് നിരാശ ഉണ്ടായിക്കോട്ടെ. കാരണം ഫഇന്ന ശാബ അല അവ്വലി നുശൂഇ, കാരണം യുവാവ് അവന്റെ ആദ്യം എങ്ങനെയാണോ അതിലാണ്. നമ്മൾ നോക്കിയാൽ കാണുന്ന കാര്യമാണ്. തുടക്കത്തിൽ അവന്റെ മനസ്സിൽ കയറിയ ചിന്തകൾ, മനസ്സിൽ കയറിയ ഇത്തരം ആശയങ്ങൾ, അതിൽ തന്നെ തുടരുന്നവരാണ് അധികവും. അതുകൊണ്ട് ബിദ്അത്തുകാർ തിരിച്ചു വരുന്നത് വളരെ അപൂർവമാണ്. ഒരു ബിദ്അത്തിൽ പ്രവേശിച്ചിട്ട് അതിന്റെ കൂട്ടായ്മയിൽ കൂടിയിട്ട് അതിൽ നിന്നും മാറി, ആ ബിദ്അത്തിൽ നിന്നും മാറി യഥാർത്ഥ സുന്നത്തിന്റെ യഥാർത്ഥ സലഫിന്റെ മാർഗത്തിലേക്ക് വരുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ആദ്യ പടിയിൽ തന്നെ യുവാക്കൾ ഇതിലേക്ക് ക്ഷണിക്കണം എന്നാണ് ഈ പറയുന്നത്. യുവാക്കളുടെ ആദ്യ പ്രായത്തിൽ തന്നെ സുന്നത്തിന്റെ യഥാർത്ഥ സലഫിന്റെ മാർഗം അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അത് ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ആരിൽ നിന്നാണ് അള്ളാഹുവിന്റെ ദീന് പഠിക്കുന്നത് എന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദീനാണ്, അതിന് ഫദ്ലുണ്ട്, അതിന് ഒരുപാട് ഖൈറുകളുണ്ട് എന്നതിനർത്ഥം അത് എവിടെ നിന്നും നമുക്ക് സ്വീകരിക്കാമെന്നല്ല. മറിച്ച് അള്ളാഹുവിന്റെ കിതാബ് അനുസരിച്ച് പറയുന്ന ഖുർആനാണ് അവന്റെ തെളിവ്. അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഇത് നമ്മുടെ മുൻഗാമികൾ മനസ്സിലാക്കിയ വിശദീകരണത്തിൽ പരിമിതപ്പെടുത്തിക്കൊണ്ട് പുതിയ വ്യാഖ്യാനങ്ങളോ പുതിയ ആശയങ്ങളോ കൊണ്ടുവരാത്ത യഥാർത്ഥ മൻഹജിന്റെ അടിസ്ഥാനത്തിൽ പോകുന്ന ആളുകളെ ആയിരിക്കണം നമ്മളെപ്പോഴും അറിവ് സ്വീകരിക്കാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ സ്വീകരിക്കേണ്ട അറിവ് സ്വീകരിക്കാൻ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. കാരണം ഇന്ന ഹാദൽ ഇൽമു ദീനുൻ, ഇബ്നു സീരീൻ റഹിമഹുല്ലാഹ് തന്നെ പറഞ്ഞതാണ്. ഈ ദീൻ എന്ന് പറയുന്നത്, ഈ ഇൽമ എന്ന് പറയുന്നത് ദീനാണ്, വിജ്ഞാനമാണിത്, മറ്റു വിഷയങ്ങൾ പോലെയല്ല. അതുകൊണ്ട് ഫൻദുറു അമ്മൻ തഖുദൂന ദീനക്കും, നിങ്ങൾ ആരിൽ നിന്നാണ് ഈ ദീൻ സ്വീകരിക്കുന്നത് എന്നുള്ളത് അതെപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ്. കാരണം പല ആളുകളും പല രീതിയിലുള്ള വഴികേടിലേക്ക് പോയാൽ തിരിച്ചു കിട്ടാൻ വലിയ പ്രയാസമാണ്. ഒരാൾക്ക് ഖവാരിജിയത്തിന്റെ വിശ്വാസമാണ്, അഥവാ മുസ്ലിം ഭരണാധികാരികളൊക്കെ കാഫിറാണ്, അവരെ കാഫിറാക്കാത്ത ആളുകളൊക്കെ കാഫിറാണ്, ആ രൂപത്തിൽ മുസ്ലിമീങ്ങളെ മുഴുവൻ കാഫിറാക്കി തീർക്കുന്ന ഈ രൂപത്തിൽ തീവ്ര ചിന്താഗതികൾ ഉള്ള ആളുകൾ ഉണ്ടാകും. ഈ രൂപത്തിലേക്ക് ആളുകൾ ഈ യുവത്വത്തിന്റെ തുടക്കത്തിലേക്ക് പഴിച്ചുപോയാൽ പിന്നീട് യഥാർത്ഥ വഴിയിലേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് പഠിച്ചു മനസ്സിലാക്കി വരാൻ വലിയ ശ്രമകരമായ ദൗത്യമാണെന്ന് കാണാൻ സാധിക്കും. അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത് പോലെയുള്ള വലിയ സുന്നത്തിന്റെ പരിശ്രമമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജമാഅത്തിന് പുറപ്പെടുന്ന ആളുകളെ കാണാൻ സാധിക്കും. യഥാർത്ഥ കടുത്ത സൂഫിയത്തിന്റെയും ബിദ്അത്തിന്റെയും ആളുകളാണ് എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അവരുടെ അഖീദ വളരെ മോശപ്പെട്ട വിശ്വാസമാണ് അവർ വെച്ചു പുലർത്തുന്നത്. അവർ ചെയ്യുന്നതാകട്ടെ ഒരുപാട് ബിദ്അത്തുകളും, അവരുടെ ദഅവത്താകട്ടെ തൗഹീദിലേക്കോ സുന്നത്തിലേക്കോ അല്ല, അവരുണ്ടാക്കി വെച്ച ചില ചേബാത്തുകളിലേക്കാണ് അവരുടെ ദഅവത്ത്. ഇതിലേക്ക് പ്രവേശിച്ച ആളുകളെ വളരെ വിരളമായിട്ട് മാത്രമായിരിക്കും പിന്നീട് യഥാർത്ഥ സുന്നത്തിന്റെ സലഫിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു വരുന്നത് കാണാൻ സാധിക്കുന്നത്. അതല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട്, ഇസ്ലാമിക രാഷ്ട്രീയം എന്ന് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി പോരാട്ടവും വീര്യവും അതിനുവേണ്ടി റോഡിൽ സമരവും ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കുന്ന വളരെ എന്താ പറയാ വൈകാരികമായി ഇസ്ലാമിന് വേണ്ടിയിട്ടാണ് ഞാൻ പണിയെടുക്കുന്നത് എന്ന ആശയത്തിലൊക്കെ ചിന്തിക്കുന്ന ആളുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവരുടെയും പിന്നീട് ഈ യഥാർത്ഥ ഇൽമിന്റെ രുചി അവർക്ക് പറഞ്ഞു കൊടുത്താൽ, തൗഹീദിന്റെ മാധുര്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്താൽ അവർക്ക് പിന്നീട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. കാരണം അവരുടെ തുടക്കത്തിൽ അവർ കേട്ടതും വായിച്ചതും ഒക്കെ ഇത്തരം ആശയങ്ങളാണ്. ഈ രൂപത്തിലുള്ള ആശയങ്ങളും കാര്യങ്ങളൊക്കെയാണ് അവർ പഠിച്ചിട്ടും വായിച്ചിട്ടുള്ളതും. പിന്നീട് ആ നിലക്ക് സഹോദരങ്ങളെ അവർ ആ നിലക്ക് തെറ്റി അങ്ങനെ പോകുന്ന ആ രീതിയിലേക്കായിരിക്കും അവർ അവസാനത്തിലേക്ക് എത്തുമ്പോൾ അവർ വളർന്നു വരുന്നത്. അവർ തൗഹീദിന്റെ ആളുകളാകുന്നില്ല, തൗഹീദിന്റെ പ്രചാരകരാകുന്നില്ല. അതുകൊണ്ട് യുവാക്കൾ ഈ നിലക്ക് പല നിലക്ക് വ്യതിചലിച്ചു പോയാൽ ഉമ്മത്തിന് യുവാക്കളെ കൊണ്ട് കിട്ടേണ്ടതായ ഉപകാരങ്ങൾ കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ആരിൽ നിന്ന് അറിവ് പഠിക്കുന്നു എന്നുള്ള കാര്യം വളരെ ഗൗരവമുള്ള കാര്യമാണ്. പലരും അതൊരു നിസ്സാരമായ കാര്യങ്ങൾ പോലെയാണ് കാണുന്നത്. എന്തായാലും നിസ്കരിക്കുന്നൊക്കെ ഇല്ലേ, എന്തായാലും അങ്ങനെയൊക്കെ ഇല്ലേ എന്നത് മാത്രമാണ്. പക്ഷേ യഥാർത്ഥ സുന്നത്തിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയാൽ പിന്നീട് അവനിൽ ഖൈറില്ല എന്ന് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. മുൻഗാമികൾ പറയുമായിരുന്നു, മാലിക് ബിൻ ദീനാർ റഹിമഹുള്ളയുടെ വസിയത്ത് കാണാം, ഇന്നമൽ ഖൈറു ഫി ശബാബ്, തീർച്ചയായും ഖൈർ നന്മ ശബാബിലാണ്, യുവാക്കളിലാണ് എന്ന് പറയുമായിരുന്നു എന്നാണ്. കാരണം യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞതുപോലെ അവർ നന്മയിലാണെങ്കിൽ, അവർ യഥാർത്ഥ ഹക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവരത് ഉൾക്കൊള്ളാൻ വേഗം താല്പര്യപ്പെടുന്ന ആളുകളാണ്. അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ചിട്ട് ഇന്നഹും ഫിത്യത്തുൻ ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ,
എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ കാലഘട്ടത്തിൽ അവർ ഇസ്ലാം സ്വീകരിച്ച ഈമാനിൽ അടിയുറച്ചു നിൽക്കുന്നത് യുവാക്കളായിരുന്നു. ഇന്നഹും ഫിത്യത്തുൻ ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹൂദ. അവർ അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ച് വിശ്വസിച്ചു, അള്ളാഹു അവർക്ക് സന്മാർഗം വർദ്ധിപ്പിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. ഇബ്നു കസീർ റഹിമഹുല്ലാഹി പോലുള്ള ആളുകൾക്ക് തഫ്സീറിൽ പറയുന്നുണ്ട്. കാരണം യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയൊരു ഖൈർ എന്ന് പറഞ്ഞാൽ അവർക്ക് കെട്ടുപാടുകളും ഇങ്ങനെയുള്ള ഈ പറയുന്ന രൂപത്തിൽ സത്യം സ്വീകരിക്കാതിരിക്കാനുള്ള പല കാര്യങ്ങൾ ഓരോരുത്തരുടെ മുന്നിലുണ്ടാകും. അത് അവർക്ക് വളരെ കുറവായിരിക്കും. അവർ നേരെ കാര്യങ്ങൾ പറഞ്ഞ് സ്വീകരിക്കാൻ തയ്യാറാകുന്ന ആളുകളാണ്. എന്നാൽ ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ അവന് പല തടസ്സങ്ങളാണ്. അവന്റെ നാട്ടു തടസ്സം, അവന്റെ കുടുംബം തടസ്സം, അവന്റെ പല രൂപത്തിലുള്ള ചുറ്റുപാടിലും പല രൂപത്തിലെ അധികാരത്തിലും മറ്റുമൊക്കെ ആയാൽ പിന്നീട് എത്ര പറഞ്ഞു കൊടുത്താലും സ്വീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ഖൈർ സ്വീകരിക്കാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് യുവാക്കളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നമ്മുടെ ദഅവത്ത്, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളിലേക്ക്, ദീനിലേക്ക് ക്ഷണിക്കുക എന്നുള്ള കാര്യത്തിലേക്ക് അവരെ പ്രത്യേകം സ്വീകരിക്കണം. അവരേറ്റവും കൂടുതൽ വരിഞ്ഞു മുറുക്കുന്നത് ഈ ഭൗതികമായ ഈ ലോകത്തിന്റെ സുഖലോലുപതയിൽ കഴിയാൻ ഈ ദീനുൽ ഇസ്ലാം തടസ്സമാകുമെന്ന് ചിലർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതങ്ങനെയല്ല എന്നവരെ ബോധ്യപ്പെടുത്തണം. നമ്മൾ ദീനുൽ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ ഒരു സന്തോഷം ഉണ്ടാവില്ല. പിന്നെ ഇങ്ങനെ പള്ളിയായി, പിന്നെ ഇങ്ങനെ ആ രൂപത്തിൽ അങ്ങനെ നടക്കേണ്ടി വരും. അപ്പൊ ഇതിലേക്ക് അറിഞ്ഞുകൊണ്ട് പ്രവേശിക്കാത്ത ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. യഥാർത്ഥത്തിൽ ഈ ദീൻ മനസ്സിലാക്കി, അതിന്റെ അറിവ് മനസ്സിലാക്കി, അതനുസരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ കിട്ടുന്ന സുഖമൊന്നും നീ ലഹരി ഉപയോഗിക്കുമ്പോഴോ, നീ ഹറാമുകൾ കാണുമ്പോഴോ, അല്ലെങ്കിൽ ഹറാം ആസ്വദിക്കുമ്പോഴോ നിനക്ക് കിട്ടുകയില്ല എന്ന യഥാർത്ഥ ബോധ്യം അവർക്ക് ഉണ്ടായി കൊടുക്കേണ്ടതുണ്ട്. കാരണം ആളുകൾ അതാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ദീനിലേക്ക് പ്രവേശിച്ചാൽ നീ വസ്ത്രമൊക്കെ ശരിയായ രൂപത്തിൽ മറച്ചു നടന്നാൽ, ഒരു സ്ത്രീയെ പറഞ്ഞു പഠിപ്പിക്കുകയാണ് സമൂഹം, പിന്നെ നിന്റെ എൻജോയ്മെന്റ് ഒക്കെ തീർന്നു, അത് അവസാനിച്ചു, അതുകൊണ്ട് ഇങ്ങനെ ജീവിച്ചോളൂ എന്ന് ദീനിനെ കുറിച്ച് അത് വലിയ കുടുസതയും ഭാരിച്ച ഒരു കാര്യവുമായി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ആ ഒരു ചുറ്റുപാട് അല്ലെങ്കിൽ ആ ഒരു തടസ്സം നമ്മൾ നീക്കി യുവാക്കൾക്ക് ദീനിനെ ശരിയായ രൂപത്തിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഇന്നമൽ ഖൈറു ഫി ശബാബ്, മുൻഗാമികൾ പറഞ്ഞതുപോലെ അവരിലാണ് ഏറ്റവും നന്മ. കാരണം അവർ മനസ്സിലാക്കിയ ഖൈറുകൾ ഉണ്ടാകും. അവർ ദീൻ പ്രചരിപ്പിക്കുന്നതിനും അത് ആളിലേക്ക് എത്തിക്കുന്നതിനൊക്കെ വളരെ ആവേശത്തിൽ അവരെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കാരണം യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല ആരോഗ്യമുണ്ടാകും, അവർക്ക് മറ്റുള്ളവരെക്കാൾ സമയം ഉണ്ടാകുന്നതായിരിക്കും, എല്ലാ നിലക്കും അവർക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാകും. എന്നാൽ ഈ യുവാക്കൾ ഇത് നേരെ തിരിച്ചു പ്രയോഗിച്ചാൽ ഏറ്റവും വലിയ നാശവും അവരിലായിരിക്കും. അവരുടെ ആരോഗ്യം അത് ഹറാമുകളിലേക്കോ, അതല്ലെങ്കിൽ നാം നേരത്തെ പറഞ്ഞതുപോലെയുള്ള തിന്മയുടെ വാതിലുകളിലേക്കോ, ഈ രൂപത്തിൽ ബിദ്അത്തിന്റെയോ ശിർക്കിന്റെയോ ഒക്കെ വാതിലിലേക്കോ അതിലാണ് അവർ പ്രവേശിക്കുന്നത്. അവരുടെ ഒഴിവു സമയം അവർ അങ്ങനെയാണ് അവർ ചെലവഴിക്കുന്നത്. അവർക്ക് ഒരുപാട് സമ്പത്തും കയ്യിലുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഫിത്ന യുവാക്കളെ കൊണ്ടായിരിക്കും. യുവാക്കളെ പോലെയുള്ള ഫിത്ന അത് വേറെ ഉണ്ടാവുകയില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, യുവാക്കളിൽ ഖൈറുണ്ട്. ആ ഖൈറുള്ള യുവാക്കളിലേക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഈ നന്മ പരമാവധി എത്തിക്കണം, അതിന്റെ വഴികൾ നമ്മൾ സ്വീകരിക്കണം എന്ന് മനസ്സിലാക്കുക. മഹാനായ സുഫിയാൻ സൗരി റഹിമഹുല്ലാ, അദ്ദേഹം ഒരിക്കൽ ഒരു പറ്റ യുവാക്കളെ കണ്ടപ്പോൾ പറഞ്ഞു, യാ മഅ്ശറ ശബാബ് തഅജ്ജലു ബറകത ഹാദൽ ഇൽം, യുവാക്കളെ നിങ്ങൾ ഈ അറിവിന്റെ ഈ അറിവ് സ്വീകരിക്കുന്നതിൽ, അതിന്റെ ബറക്കത്ത് സ്വീകരിക്കുന്നതിൽ നിങ്ങൾ തിരക്ക് കൂട്ടുക. ഫഇന്നകും ലാ തദ്റൂന ലഅല്ലകും ലാ തബ്ലുഗൂന മാ തുഅമ്മിലൂന മിൻഹു ലിയുഫ്തി ബഅലുകും ബഅലാ. നിങ്ങൾ ഒരുപാട് പിന്നെ ചെയ്യാം എന്നുള്ള അമലുകൾ, നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ അത് കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഈ ഇൽമിന്റെ ബർക്കത്ത് ഈ പ്രായത്തിൽ നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക എന്ന് അദ്ദേഹം യുവാക്കളെ കാണുമ്പോൾ പറയുമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് അല്ല എന്നും യുവാക്കളാണ് ഏറ്റവും കൂടുതൽ മരണപ്പെടുന്നത് എന്നുള്ളത് പലരും തിരിച്ചറിയാത്തൊരു കാര്യമാണ്. പ്രായമുള്ളവരല്ല. നിങ്ങൾ ഏതൊരു നാട്ടിലും ഏതൊരു സ്ഥലത്തും പോയി നോക്കിയാൽ, ഒരു മസ്ജിദിൽ പോയി നോക്കിയാൽ എത്ര പ്രായമുള്ള ആളുകളുണ്ട്. പ്രായമുള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ആളുകൾ പ്രായമാവുന്നില്ല, അതിനു മുമ്പ് തന്നെ മരണപ്പെട്ടു പോവാൻ. പക്ഷേ നമുക്കെന്തോ ഇങ്ങനെ തോന്നി ആളുകൾ തോന്നിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളിപ്പോഴൊന്നും മരിക്കുകയില്ല, നമ്മൾ ഒരുപാട് പ്രായമായിട്ടേ മരിക്കുകയുള്ളൂ എന്ന തോന്നലുകൾ ആളുകൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പിന്നീട് നന്മയിലേക്ക് വരാം, നന്മയാണെന്ന് മനസ്സിലാക്കിയ ആളുകൾ പോലും അതിനെ നാളെ എന്ന് പറഞ്ഞിട്ട് പിന്തിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മഹാനായ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാ പറഞ്ഞ ഒരു അസറും കൂടി പറഞ്ഞുകൊണ്ട് സഹോദരങ്ങൾ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം ധാരാളമായി യുവാക്കളെ കണ്ടാൽ പറയുമായിരുന്നു, യാ മഅ്ശറ ശബാബ്, അല്ല യുവാക്കളെ, അലൈക്കും ബിൽആഖിറ ഫത്ലുബൂഹ, നിങ്ങൾ ആഖിറത്തിന്റെ കാര്യം അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അത് നിങ്ങൾ തേടിക്കൊള്ളൂ. ഫകസീറൻ റഅയ്ന, ഇവരൊക്കെ പ്രായമായതിനു ശേഷം പറയാൻ, ഫകസീറൻ റഅയ്ന, നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, മൻ തലബൽ ആഖിറത ഫഅദ്റകഹ മഅദ്ദുനിയ, ആഖിറത്തിനെ അന്വേഷിച്ച ഒരാൾക്ക് ദുനിയാവ് ഒപ്പം കിട്ടിയിട്ടുണ്ട്. എന്നാൽ വമാ റഅയ്ന അഹദൻ തലബ ദുനിയ ഫഅദ്റകൽ ആഖിറത മഅദ്ദുനിയ,
ദുനിയാവിനെ തേടിപ്പോയ ഒരാളുടെ കൂടെ ആഖിറത്ത് പോയി ചെന്ന് നമ്മൾ കണ്ടിട്ടേയില്ല. ഒരുപാട് പ്രായം കഴിഞ്ഞ് കണ്ട് ജീവിതത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ജീവിതത്തിൽ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ യുവാക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. നിങ്ങളിപ്പോ വിചാരിക്കുന്ന ഒരുപാട് ദുനിയാവ് ഉണ്ടാക്കിയാൽ ആഖിറത്ത് ഇല്ല. ദുനിയാവ് ഉണ്ടാക്കാൻ പോയ ആളുടെ കൂടെ ആഖിറത്ത് പോയ ഞങ്ങൾ കണ്ടിട്ടേയില്ല. എന്നാൽ ആഖിറത്ത് ഉണ്ടാക്കാൻ പോയ ആൾക്ക് ആർക്കും ദുനിയാവ് നഷ്ടപ്പെട്ടതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ദുനിയാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കും എഴുതിയത് അത് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുക തന്നെ ചെയ്യും. ഇതിനെ തഅലീഖ് ചെയ്തുകൊണ്ട് ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, ഇതിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും എന്ത് മനസ്സിലാക്കേണ്ടതില്ല, നിങ്ങൾ കുടുംബത്തിന് നിർബന്ധമായും കൊടുക്കേണ്ട ചെലവുകളോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയി അങ്ങനെ പോകുക എന്നിതൊന്നും മനസ്സിലാക്കേണ്ടതില്ല. മറിച്ച് അത് നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? ചില ഹദീസുകളിൽ വന്നതുപോലെ, പ്രാർത്ഥനയായി വന്നതുപോലെ, വലാ തജ്അലിദ് ദുനിയ അക്ബറ ഹമ്മിന വലാ മബ്ലഗ ഇൽമിന, ദുനിയാവ് റബ്ബേ എന്റെ ഏറ്റവും വലിയ ചിന്ത അതാക്കി മാറ്റരുത്, എന്റെ അറിവിന്റെ അവസാനം ദുനിയാവാക്കി മാറ്റരുത് എന്നൊരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം എന്നും ദുനിയാവ് ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ, ദുനിയാവ് വളരെ അത്യാവശ്യമാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ മാത്രം ചിന്തിച്ചുകൊണ്ട് നടക്കുക, ആഖിറത്തിന്റെ കാര്യമൊക്കെ പിന്നീട് എന്ന് പറഞ്ഞ് മാറ്റിവെക്കുക, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് സഹോദരങ്ങൾ അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ദുനിയാവിന്റെ മാർഗത്തിലേക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിക്കാനോ മറ്റോ ഒക്കെ സമയം മാറ്റിവെച്ചാൽ, അതിനുവേണ്ടി പരിശ്രമിക്കാൻ നമ്മൾ മാറ്റിവെച്ചാൽ, നമ്മൾ ആഖിറത്ത് നഷ്ടപ്പെട്ടു, നമ്മൾ ദുനിയാവ് നഷ്ടപ്പെട്ടു പോകും എന്നൊരിക്കലും വിചാരിക്കരുത്. ആഖിറത്തിന് വേണ്ടി നമ്മൾ സമയം മാറ്റിവെച്ചാൽ ദുനിയാവ് വരിക തന്നെ ചെയ്യും, അത് യാതൊരു സംശയവും ആവശ്യമില്ല എന്നാണ് സഹോദരങ്ങളെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ എനിക്കും എന്നോടെന്ന പോലെ നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ ഈ പ്രായവും മറ്റുമൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതായ ഒരു സമയമാണ്. നാം ദീന് നന്നായി പഠിക്കുക, സാധിക്കുന്ന അത്ര അത് ആളുകളിലേക്ക് എത്തിക്കുക, നമ്മുടെ അമലിൽ നമ്മുടെ ജീവിതത്തിലും അത് നന്നായി പകർത്തുക. ആ രൂപത്തിലാണെങ്കിൽ വലിയ ഖൈറുകൾ നമുക്കുണ്ടാക്കിയെടുക്കാൻ, ഈ നാട്ടിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ വലിയ ഖൈറുകൾ ഉണ്ടാക്കിയെടുക്കാൻ, നാളെ പരലോകത്ത് എത്തുന്ന സമയത്ത്, ഖബറിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ എത്തിച്ച നന്മകൾ കൊണ്ടുള്ള നേട്ടങ്ങൾ നമുക്ക് അവിടെ അനുഭവിക്കാനും സാധിക്കും എന്നുള്ള കാര്യം സഹോദരങ്ങളെ നമുക്ക് ഓർമ്മയുണ്ടാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്ലാസോടുകൂടി അവന്റെ ദീൻ പഠിക്കാനും മനസ്സിലാക്കാനും അത് കൃത്യമായി അമൽ ചെയ്യാനും അതനുസരിച്ച് മുന്നോട്ട് പോയി അള്ളാഹുവിന്റെ ദീനിൽ തന്നെ മരണപ്പെടാനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.